നമ്മുടെ പൈതൃകത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ അഗാധതയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന, നമ്മുടെയൊക്കെ മനസ്സുകളിൽ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ കുളിരു നിറയ്ക്കുന്ന കുറേ നഗരികളുണ്ട് നമുക്ക്. ആ വെളിച്ചം വിതറിയ നഗരങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ സെഷൻ. നമ്മോട് കൂടെ ആ നഗരങ്ങളുടെ ചരിത്രത്തിലൂടെ ആഴത്തിൽ കടന്നു പോവുകയും അതോടൊപ്പം തന്നെ ആ നഗരങ്ങളൊക്കെ നേരിട്ട് സന്ദർശിച്ച് അവയെ അനുഭവിക്കുകയും ചെയ്ത വന്യരായ 3 ഗുരുനാഥന്മാർ ഇവിടെയുണ്ട്. ആദരണീയരായ PSK മൊയ്തു ബാക്കവി ഉസ്താദ് മാടവന, അതുപോലെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി ഉസ്താദ് കീഴ്ശ്ശേരി, അതുപോലെ ഷേറൂർ അബ്ദുള്ള ഉസ്താദ് തുടങ്ങി 3 ഉസ്താദുമാരും ഇൻഷാ അല്ലാഹ് ഈ ഒരു യാത്രയിൽ നമ്മളെ നയിക്കും. വെളിച്ചം വിതറിയ നഗരങ്ങളിലൂടെയുള്ള ഈ യാത്ര ആരംഭിക്കാൻ വേണ്ടി ആദരണീയരായ ഉസ്താദുമാരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ലോകത്ത് മൊത്തം വൈജ്ഞാനിക സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ച ഒട്ടനവധി നാടുകളുണ്ട്. ആ നാടുകളിലൂടെ ഇന്ന് ധാരാളം ആളുകൾ സഞ്ചാരികളായി പോകുന്നുമുണ്ട്. ഗതകാല സംഭവങ്ങളും ആ രാജ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ത്രസിപ്പിച്ച് നിർത്തിയ കാലഘട്ടങ്ങളും ഇപ്പോൾ അതിൻ്റെയൊക്കെ ആ വൈജ്ഞാനിക തകർച്ചയുടെയും സാംസ്കാരിക തകർച്ചയുടെയും ഒക്കെ പതനങ്ങളുടെ കഥകളുമൊക്കെ നേരിൽ കണ്ട് അനുഭവിക്കാൻ സൗകര്യങ്ങളുണ്ട്. ഇപ്പോഴുള്ള പതനാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ പൂർവ്വചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകണം. ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ ഭരണ തലസ്ഥാനം മദീനയായിരുന്നു. പിന്നെ അത് കൂഫയിലും ബസറയിലും ബഗ്ദാദിന് ആയി. പിന്നെ അത് ബഗ്ദാദിലായി. അതിനു മുമ്പ് ദീർഘകാലം ഡമസ്കസിലായി. ഇങ്ങനെയുള്ള ഇസ്ലാമിക ഭരണത്തിൻ്റെ ഖുലഫാ ഉർ റാഷിദുകളുടെ ശേഷം ഉമവിയ ഭരണഘട്ടം നീണ്ടുനിന്ന 92 കൊല്ലവും ഹിജറാബ്ദം 132 വരെ, അതിനുശേഷം വിവിധ രാജ്യങ്ങളിലായി നിലനിന്നിരുന്ന അബ്ബാസിയ ഭരണകൂടവും, അതിനുശേഷം ലോകത്ത് ഖിലാഫത്തിൻ്റെ പര്യാവസാനം വരെ നീണ്ടുനിന്ന ഉസ്മാനിയ ഖിലാഫത്തും, അത് തുർക്കി കേന്ദ്രീകരിച്ച് ഇസ്താംബുൾ കോൺസ്റ്റാൻറ്റിൻ എന്ന് പറയുന്ന ഭരണാധികാരി വന്നതിനു ശേഷം അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പേരിട്ടതിനു ശേഷം ഉണ്ടായ തുർക്കി ഭരണകൂടവും ഒക്കെ വലിയ മുന്നേറ്റങ്ങൾ ഇസ്ലാമിക ലോകത്തും ലോകത്തിൻ്റെ പൊതുമുഖഛായയിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയും ചിലയിടത്ത് ഭാഗികമായും ചിലയിടത്ത് പൂർണ്ണമായും ഒക്കെ തകർന്നിടിഞ്ഞ നഗരങ്ങളാണ് ഇന്ന് ലോകസഞ്ചാരികൾക്ക് ഇസ്ലാമിക ലോകത്ത് കാണാൻ കഴിയുന്നത്. യൂറോപ്പിലേക്ക് ഇസ്ലാം കടന്നു ചെന്നു, ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. ഭാഷാപരമായി, വൈജ്ഞാനികമായി, സാംസ്കാരികമായി, നിർമ്മാണകലയിൽ, സകല കലകളിലും ഇസ്ലാമിക മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പതനത്തിലേക്കും ഉയർത്തെഴുന്നേൽപ്പിലേക്കും വെളിച്ചത്തിലേക്കും ഇരുട്ടിലേക്കുമാണ് ഈ സെഷൻ നയിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിദീന ബിറല്ലാഹി അമ്മാ ബഅദ്. നമ്മുടെ പൗരാണികമായ ചരിത്രത്തിൽ നമുക്ക് വളരെയധികം വൈജ്ഞാനികമായ ആവേശം പകരുന്ന ഒരുപാട് നഗരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില നഗരങ്ങളൊക്കെ ഇസ്ലാമിക സമൂഹം നിർമ്മിച്ചതാണ്, ചിലത് പഴയ റോമൻ കാലഘട്ടത്തിലുള്ള നഗരങ്ങളാണ്. പക്ഷേ മുസ്ലിങ്ങൾ ചെന്നപ്പോൾ അതിൽ വലിയ
വികസനങ്ങളുണ്ടായി, വൈജ്ഞാനിക മുന്നേറ്റങ്ങളുണ്ടായി എന്ന് മാത്രം. ചില നഗരങ്ങളൊക്കെ വെറും ഒരു പൊളിറ്റിക്കൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള നിലക്ക്, ക്യാപിറ്റൽ എന്നുള്ള നിലക്ക് അങ്ങനെ നിലനിന്ന് പോയ നഗരങ്ങളും അതിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലോകത്ത് അറിയപ്പെട്ട ഒരുപാട് നഗരങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു നഗരം ഖൈറുവാനാണ്. ഹിജറ 50 മഹാനായ ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹുവാണ് ആ നഗരം സ്ഥാപിക്കുന്നത്. അതായത് ഈജിപ്തിൻ്റെ ഫതഹ് ഉണ്ടാകുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണല്ലോ ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കയ്യിൽ വരുന്നത്. അതിൻ്റെ ശേഷം ഷാം വിജയമാണത്. ഷാമിൻ്റെ വിജയമാണ്, ഷാമിൻ്റെ ഫത്തഹാണ് ഫലസ്തീൻ്റെ വിജയം. അതായത് ആ പ്രദേശം ഷാം അന്ന് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ, നേരത്തെ പറഞ്ഞ ബൈസന്റിയൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രോവിൻസാണ് ഷാം. അതിൻ്റെ തലസ്ഥാനം അന്ന് ഡമസ്കസ് ആണ്. ആ പ്രദേശങ്ങളുടെ കീഴിലാണ്, അതിൻ്റെ കീഴിലാണെന്ന് ഫലസ്തീനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫലസ്തീൻ്റെ വിജയത്തിൻ്റെ ശേഷം പിന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബിൻ്റെ നിർദ്ദേശപ്രകാരം മിസ്റിലേക്ക് മുന്നേറ്റം നടത്തുന്നത്. അന്ന് മിസ്റിലെ ഏറ്റവും വലിയ നഗരം അന്ന് അലക്സാണ്ട്രിയയാണ്. ഈ കൈറോ ഒന്നും അന്നില്ല. അപ്പോൾ അലക്സാണ്ട്രിയയിലാണ് അവർ ആദ്യമായിട്ട് ചെല്ലുന്നതും ക്യാമ്പ് ചെയ്യുന്നതും. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് വികസനങ്ങളുടെ, കൈറോ ഒക്കെ പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ നിൽക്കുന്ന കൈറോ നഗരത്തിൻ്റെ ഒരു പ്രാഗ് ഗ്രൂപ്പുണ്ട്, ഫുസ്താത്ത് എന്ന് പറഞ്ഞിട്ട്. അതായത് നെയിലിൻ്റെ തീരത്ത്, ജലസമൃദ്ധമായ പ്രദേശമായതുകൊണ്ട് നെയിലിൻ്റെ തീരത്ത് അദ്ദേഹം സൈനിക ക്യാമ്പ് ഉണ്ടാക്കി. നമ്മൾ പാളയം എന്നൊക്കെ പറയുമല്ലോ, ആ സൈനിക ക്യാമ്പ് അത് സ്തംഭുകളായതുകൊണ്ടാണ് അതിന് ഫുസ്താത്ത് എന്ന് വന്നത്. അത് പിന്നെ ഒരു നഗരമായിട്ട് വികസിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ശേഷം പിന്നെ അവിടെ മുഹമ്മദ് ബിൻ തൂലൂൻ ഒരു ചെറിയ പട്ടണം ഉണ്ടാക്കി. അന്നൊന്നും കൈറോ ഇല്ല. കൈറോ ഉണ്ടാകുന്നത് പിന്നെ ഹിജറ 4-ാം നൂറ്റാണ്ടിലാണ്, ജോഹർ സ്ട്രീറ്റ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈജിപ്തിൽ നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഒരു നീക്കം, മുന്നേറ്റം ഉണ്ടാകുന്നത് അപ്പോഴേക്ക് ഖിലാഫത്തുർ റാഷിദൊക്കെ കഴിഞ്ഞിട്ട് ഉമവികളുടെ തുടക്കത്തിലാണ്. അപ്പോൾ അതിൻ്റെ നായകത്വം വഹിച്ചത് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈജിപ്ത് കഴിഞ്ഞാൽ പിന്നെ ലിബിയാണ്. ലിബിയ കഴിഞ്ഞാൽ ട്യുണീഷ്യ, ചെറിയൊരു ഭാഗം ബാക്കി അൾജീരിയയാണ്. അത് കഴിഞ്ഞാൽ ഇന്നത്തെ മൊറോക്കോ, അൽ മഗ്രിബ്. അപ്പോൾ ഈ മൊറോക്കോ വരെയുള്ള ഒരു ദീർഘമായ ഒരു പടയോട്ടാണ്. അതിൽ ആ യാത്രക്കിടയിലാണ് ഇപ്പോഴത്തെ ട്യൂണിസിൽ നിന്ന് 100 മൈൽ അകലെയായിട്ട് ഖൈറുവാൻ നഗരം അദ്ദേഹം ഉണ്ടാക്കുന്നത്. അത് ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹുവാണ് ഉണ്ടാക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടാണ് പിന്നെ അങ്ങോട്ടുണ്ടായ പടിഞ്ഞാറൻ മഗ്രിബ് മൊറോക്കൻ പ്രദേശങ്ങളും ബർബർ പ്രദേശങ്ങളും സഹാറ പ്രദേശങ്ങളും പിന്നെ സ്പെയിനിലേക്കുള്ള മുന്നേറ്റം അവിടെ അത് കേന്ദ്രമായിട്ട് ഒരു വർഷത്തേക്ക് മുന്നേറ്റം നടക്കുമ്പോൾ ഇവിടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കേന്ദ്ര തലസ്ഥാനം ഡമസ്കസാണ്. ഇതിനൊക്കെ ഒരു ഖിലാഫത്തിൻ്റെ ആസ്ഥാനം ഉണ്ടാവും. അവിടെ നിന്നുള്ള സപ്പോർട്ട് ഇപ്പോൾ ഇതിനൊക്കെ അനിവാര്യമാണല്ലോ ഏത് മുന്നേറ്റങ്ങൾക്കും. ഡമസ്കസ് പക്ഷേ നമ്മൾ നിർമ്മിച്ചൊരു നഗരമല്ല, അത് എത്രയോ പുരാതനമായ, വളരെ പുരാതനമായ റോമൻ നഗരമാണ് ഡമസ്കസ്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു അവിടെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഗവർണറായി വന്നത് മുതൽ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡമസ്കസിൽ ഒരു വൈജ്ഞാനിക ഡെവലപ്മെൻറ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു ഖിലാഫത്തിൻ്റെ തലസ്ഥാനം എന്നുള്ള നിലക്കാണ് അതിൻ്റെ വികസനങ്ങളൊക്കെ ഉണ്ട്. നഗരവൽക്കരണം, അതുപോലെ മാർക്കറ്റ്, പിന്നെ സൈനിക ക്യാമ്പുകൾ, ഇങ്ങനത്തെ വലിയൊരു മുന്നേറ്റമാണ്. ഇപ്പോൾ ഡമസ്കസിൻ്റെ താരീഖിൽ ഒരുപാട് മസ്ജിദുകളും അതുപോലത്തെ പണ്ഡിതന്മാരൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഡമസ്കസ് വലിയ ഹിസ്റ്ററിയുള്ളതാണ്. താരീഖ് ദിമിഷ്ക് അറിയാം, 80-ൽ ചില്ലാനും വാള്യങ്ങളുണ്ട്. ഇബ്ൻ അസാക്കിറിൻ്റെ താരീഖ് ദിമിഷ്ക് പറയുന്ന ഒരു ഒറ്റ കിതാബ്. അപ്പോൾ അത്രയും വലിയ ഹിസ്റ്ററി അതിനുണ്ട്. പക്ഷേ ആ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കുന്ന ഒരു വൈജ്ഞാനിക മേഖലയിൽ അല്ല അതുണ്ടായിരുന്നത്. ചെറൂര് പറഞ്ഞ ഈ ഖൈറുവാൻ പട്ടണത്തെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടത്, ഖൈറുവാൻ പട്ടണം പട്ടണമായി ഉണ്ടാക്കുന്നതിൽ വലിയ ഒരു അത്ഭുതവും കൂടി നടന്നിട്ടുണ്ട്. സത്യത്തിൽ അവിടെ ചെന്ന ആ ഇസ്ലാമിക പ്രബോധകർ, പ്രചാരകർ, അവരുടെ നേതാവ് ഉഖബത്ത് ബിൻ ആമിർ, അദ്ദേഹം ഉഖബത്ത് ബിൻ ആമിർ സ്വഹാബിയാണ്.
ഉഖ്ബത്ത് ബിൻ നാഫി സ്വഹാബിയല്ല. അദ്ദേഹം ഒരു വലിയ മഹാൻ കൂടിയായിരുന്നു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ആ പ്രദേശം ഒന്നാകെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അവിടുത്തെ ജനത ബർബറികളാണ്. ബർബറികൾ തന്നെയാണ് ഇപ്പോൾ മൊറോക്കോവിലൊക്കെ ഉള്ളതും. പുരാതന ബർബറികളാണ്. ആ ജനതക്ക് അവിടെ പള്ളി ഉണ്ടാക്കണം, ഇസ്ലാമിലേക്ക് വരണം, അവർ ഇസ്ലാമിലേക്ക് ആകർഷിക്കണം. അതിന് ജാലവിദ്യകളൊന്നുമില്ല, ആയുധങ്ങളും അല്ല. അദ്ദേഹം അവിടെ വലിയൊരു കാടാണ്. ആ കാടിലിറങ്ങി നിന്ന് പ്രഖ്യാപിക്കുകയാണ്, അയ്യത്തുൽ ഹയ്യാത്ത്, ഓ പാമ്പുകളെ, സിംഹങ്ങളെ, നരികളെ, ഇർഹൽന, നിങ്ങളൊക്കെ ഇവിടെ വിട്ടു പോകണം. ഇന്ന അസ്ഹാബു മുഹമ്മദിൻ, ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ അനുയായികളാണ്. നിങ്ങളിവിടുന്ന് പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ കൊല്ലേണ്ടി വരും. വലിയ വലിയ സർപ്പങ്ങൾ, പ്രസവിച്ച് കിടക്കുന്ന സിംഹങ്ങൾ കുഞ്ഞുങ്ങളെ എടുത്ത് ഓടി, പാമ്പുകളൊക്കെ ഇഴഞ്ഞു പോയി അവിടെ കാട് വെട്ടി തെളിയിച്ച് അവിടെയാണ് ഖൈറുവാൻ പള്ളി ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ആ പ്രദേശം അവിടെ ഇങ്ങനെ മരുഭൂമിയായി കിടക്കലോ അല്ലെങ്കിൽ കുറേ അധികം സ്ഥലമുണ്ടെന്ന് പറയലൊന്നുമല്ലല്ലോ. അവിടെ സാംസ്കാരികമായ, അവിടെ പടച്ചതമ്പുരാൻ്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ ജനങ്ങളിലുണ്ടാക്കണം. ജനങ്ങളാണെങ്കിൽ വൈജ്ഞാനികമായി വലിയ മുന്നേറ്റത്തിലെത്തിയ ഒരു തലമുറയെ അവിടെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യണം. അതായിരുന്നു നമ്മൾ ചേറൂർ ഉസ്താദ് പറഞ്ഞ് ആ ഖൈറുവാനിൽ നടന്നത്. ഇനിയും ഇൻഷാ അല്ലാഹ് വരും. ഡമസ്കസിൻ്റെ ആ കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ വികസനത്തിൻ്റെ കാലഘട്ടമാണ്. എല്ലാ ഭാഗങ്ങളിലും, നാനാഭാഗങ്ങളിലേക്കും അവർ കാരണം മുആവിയൻ്റെ യസീദ് വന്നു, പിന്നെ മർവാൻ, അബ്ദുൽ മലിക് ബിൻ മർവാൻ, വലീദ് ബിൻ അബ്ദുൽ മലിക്, അതങ്ങനെ തലമുറ ഇങ്ങനെ പോവുകയാണ്. ഏതാണ്ട് ഒരു 90 വർഷത്തോളം ആ ഭരണകൂടം നിലനിന്നിട്ടുണ്ട്. അവസാനമായപ്പോഴേക്കും അവർ ദുർബലമായി. അതുകൊണ്ടാണ് അബ്ബാസികൾക്ക് അവരെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ കാലഘട്ടം അധികവും വലീദിൻ്റെ കാലഘട്ടവും അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ കാലഘട്ടമൊക്കെ പറഞ്ഞാൽ സൈനിക മുന്നേറ്റങ്ങളുടെ വലിയ കാലഘട്ടമാണ്. കാരണം പേർഷ്യൻ്റെ ഭാഗത്തേക്ക് വലിയൊരു നീക്കം ഉണ്ടായിരുന്നു. ഉമർ ഖത്താബിൻ്റെ കാലത്ത് ഖാദിസിയ യുദ്ധത്തോടു കൂടെയാണ് തുടങ്ങുന്നത്, പേർഷ്യൻ മുന്നേറ്റം തുടങ്ങുന്നത്. പേർഷ്യയിൽ അന്നപ്പോൾ ഈ ഡമസ്കസ് അല്ല ബഗ്ദാദ് നഗരം അന്നില്ല. അന്നുണ്ടായിരുന്നത് ടൈഗ്രീസിൻ്റെ തീരത്ത് മദായിൻ എന്ന് പറയുന്ന പഴയ സാസാനിയൻ തലസ്ഥാനമാണ് അന്നുണ്ടായിരുന്നത്. അതൊക്കെ പിന്നെ ഈ ഖാദിസിയ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മദായിൻ മുസ്ലിങ്ങൾ ബഹുമാനപ്പെട്ട അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു സൗദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കീഴടക്കിയതോടുകൂടി അതൊക്കെ തകർന്നു പോയി. അവർ കിഴക്കോട്ട് പോയി. പിന്നെ ആ മുന്നേറ്റം ഉമർ ബിൻ ഖത്താബിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു. ബഹുമാനപ്പെട്ട അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. പക്ഷെ അതിന് വലിയ സപ്പോർട്ട് പിന്നീട് ഈ ഡമസ്കസിൽ നിന്ന് അവർക്ക് കിട്ടി. അതങ്ങനെ ഏതാണ്ട് കാഷ്ഗർ വരെ, ഇപ്പോൾ ചൈനയിൽ ഇപ്പോൾ നമ്മൾ സിൻജിയാങ് പ്രവിശ്യൻ്റെ ചൈനയുടെ അതിലെ കാഷ്ഗർ വരെ, അതായത് ഇപ്പോഴത്തെ നമ്മളെ ബുഹാറ, സമർക്കന്ത്, നിഷാപൂര്, മർവ്, റയ്യ്, ഇസ്ഫഹാൻ, ബൽഖ്, ഇതൊക്കെ കടന്നിട്ട് ഏതാണ്ട് കാഷ്ഗർ വരെ എത്തിയ ഒരു സൈനിക മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് സ്പെയിന് കീഴടക്കി. സ്പെയിനിൻ്റെ ഏറെക്കുറെ മുഴുവൻ ഭാഗം എന്ന് തന്നെ പറയാം. ഫ്രാൻസിൻ്റെ അതിർത്തി വരെ, ഫ്രാൻസിൻ്റെ അതിർത്തി എന്ന് വെച്ചാൽ ഇന്നത്തെ ഫ്രാൻസിൻ്റെ ഏതാണ്ട് 1/4 ഭാഗം വരെ മുസ്ലിം സമൂഹം വന്നെത്തിയതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മുന്നേറ്റങ്ങളുടെ കാലഘട്ടമാണ്. പിന്നീട് അത് തകർന്നിട്ട് ഈ അബ്ബാസികൾ വന്ന്, അതായത് ആ ഹിജറ 120 മുതൽ അങ്ങോട്ടുള്ള ആ കാലഘട്ടം, അതാണ് പല സ്ഥലങ്ങളിലും ഈ ഒരു ഏറെക്കുറെ ശാന്തമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വൈജ്ഞാനിക മുന്നേറ്റങ്ങളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്താണ്. ആ സമയത്താണ് ബഗ്ദാദ് ഉദയം ചെയ്യുന്നത്. അബൂ ജാഫർ മൻസൂറാണ് ആദ്യത്തെ അബ്ബാസി ഭരണാധികാരി. അദ്ദേഹമാണ് തുടക്കം കുറിക്കുന്നത്. വെറും ഒരു 44 വയസ്സ് വരെ ജീവിച്ച ഹാറൂൺ റഷീദാണ് പക്ഷേ ലോകത്തേറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായ അബ്ബാസികളിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ലോകപ്രശസ്തമായ ബൈത്തുൽ ഹിക്മ സ്ഥാപിക്കുന്നതും ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി സ്ഥാപിക്കുന്നതും ഹാറൂൺ റഷീദിൻ്റെയും പിന്നെ മഅ്മൂനിൻ്റെയും ആ കാലഘട്ടങ്ങളിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടമാണ്. ആ ഒരു ടേമിൽ ഒരുപാട് വിജ്ഞാന മേഖല ബഗ്ദാദിൽ മാത്രമല്ല, ഇതേ ബൈത്തുൽ ഹിക്മ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. എവിടെ ഉണ്ടായിട്ടുണ്ട്?
മൊറോക്കോയിലുണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഇതേ ബൈത്തുൽ ഹിക്മ വൈജ്ഞാനിക കേന്ദ്രം. അതുപോലെ തന്നെ ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയാവുന്നത് ജാമിയത്തു സൈത്തൂനാണ്. അതിപ്പോഴത്തെ തൂനിസിലാണ്, ഖൈറുവാനിലല്ല, ശരിക്കും തൂനിസിലാണ് ജാമിയത്തു. ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയാവുന്ന അതാണ്. യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പള്ളികളിലാണ് തുടങ്ങുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. പള്ളികൾ, ഈ യൂണിവേഴ്സിറ്റികളൊക്കെ തുടങ്ങുന്നത് പള്ളികളിലാണ്. ജാമിഅൽ അസ്ഹർ തുടങ്ങുന്നത് പള്ളിയാണ്. ജാമിഅയിൽ ആണ് ജാമിഅത്തായി മാറുന്നത്. ഇന്നും നമ്മൾ ഏറ്റവും നൂറ്റാണ്ടുകൾ നിലനിർത്തിയ പള്ളി ദർശൻ്റെ സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ മഖ്ദൂം തങ്ങൾ പൊന്നാണിയിൽ ചെയ്തതും അത് തന്നെയാണ്. ശരിക്കും അതൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിനനുസരിച്ച് പൊന്നാണി അത്ര വലിയ പള്ളിയൊന്നും കേരളത്തിൽ ഇല്ല. അതിൻ്റെ ആ ഷേപ്പ് തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം നിസ്കരിക്കാൻ മാത്രമല്ല ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. അതിൽ കുട്ടികൾക്ക് താമസിക്കണം, അവർക്ക് പഠനം നടത്തണം, 3, 4, 5 ക്യാമ്പുകൾ ഉണ്ടാവും അധ്യാപകന്മാർ. അതിനുള്ള ഏരിയ വേണം. അത് കണ്ടാണ് പള്ളി ഉണ്ടാക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്നതാണെങ്കിലോ സർവ്വവിജ്ഞാനങ്ങളാണ്. ജാമിഅ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന സർവ്വകലകളാണ്. ഈ ബൈത്തുൽ ഹിക്മ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. മഅ്മൂൻ ചക്രവർത്തിയുടെ കാലത്ത്, അതായത് അദ്ദേഹം 7ാം ഖലീഫയാണ്, അബ്ബാസിയ ഖലീഫാക്കളിൽ 7ാം ഖലീഫയാണ് അങ്ങേര്. ഹാറൂൺ റഷീദിൻ്റെ മക്കളിൽ ഒരാൾ കൂടി വിദ്യാഭ്യാസത്തിന് വലിയ വില കൊടുത്തിരുന്നു. ഈ ബഗ്ദാദിലെ ബൈത്തുൽ ഹിക്മയിൽ ബൈത്തുൻ നഖല് അല്ലെങ്കിൽ ദാറുൻ നഖല് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക സെഷൻ തന്നെ ഉണ്ടായിരുന്നു. അതായത് അവർ വിദ്യാഭ്യാസത്തെ അന്ന് 2ആക്കി തിരിച്ചു. ഒന്ന് ഇൽമുൽ നഖല്, 2 ഇൽമുൽ അഖല്. ഇൽമുൽ നഖലിലാണ് തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, നഹ്വ്, സർഫ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഇൽമുൽ അഖലിൽ അവർ പ്രാധാന്യം കൊടുത്തത് ട്രാൻസ്ലേഷനായിരുന്നു. അപ്പോൾ മഅ്മൂൻ ചക്രവർത്തിയുടെ കാലത്ത് അത് വലിയ പ്രാമുഖ്യം നേടി. എന്ന് പറഞ്ഞാൽ ഖലീല വ ദിംന എന്ന് പറയുന്ന ഒരു അറബിക് ടെസ്റ്റ് ഉണ്ട്. മുമ്പ് അഫ്ദലുൽ മക്ക അല്ലെങ്കിൽ താഴെയുള്ള ഇതിനൊക്കെ പഠിപ്പിച്ചിരുന്നത്. സത്യത്തിൽ ഖലീല ദിംന സംസ്കൃത ഭാഷയിലെ ഒരു കൃതിയാണ്. സംസ്കൃതത്തിൽ നിന്ന് അത് പഹ്ലവിയിലേക്ക് പോയി. പുരാതനമായ പേർഷ്യൻ ഭാഷയാണ് പഹ്ലവി. പിന്നെ അത് തിബറ്റൻ ഭാഷയിലേക്ക് പോയി. അവിടെ നിന്ന് അത് അറബിയിലേക്ക് വന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ തുടക്കം കുറിച്ചത് ഖാലിദ് ബിൻ യസീദ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ തങ്ങളുടെ മകൻ യസീദ്, യസീദിൻ്റെ മകൻ ഖാലിദാണ് ആദ്യമായി, ഹിജ്റ 85 മരണപ്പെട്ട ഖാലിദാണ് ആദ്യമായി ഈ നഖ്ല് തുടങ്ങിയത്. അപ്പോൾ സംസ്കൃത ഭാഷയിൽ നിന്ന് ഈ ഒരു ഗ്രന്ഥം അക്കാലഘട്ടത്തിൽ അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അവർ അറബികളാണ്, അവർ സംസ്കൃത ഭാഷ ആഴത്തിൽ പഠിക്കണം. അത് നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ വലിയൊരു പ്രചോദനമാണത്. അങ്ങനെ പഠിച്ചവരായിരുന്നു നമ്മുടെ അസ്ലാഫ് എന്ന്. എന്നിട്ട് അതാണ് തുടക്കം. മഅ്മൂൻ ചക്രവർത്തിയുടെ കാലത്ത് അത് വല്ലാതെ വികസിച്ചു. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു പശവുണ്ട്. ഖാലിദ് പരിഭാഷപ്പെടുത്തിയത് സംസ്കൃതത്തിൽ നിന്ന് കെമിസ്ട്രിയിലെ ഒരു കിതാബാണ്. ഖലീല വ ദിംന പരിഭാഷപ്പെടുത്തിയത് അബ്ദുല്ലാഹിൽ മുഖഫഇ എന്ന് പറയുന്ന മഅ്മൂൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഒരു അറബിക് പണ്ഡിറ്റാണ് ഖലീല വ ദിംന പരിഭാഷപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ പിന്നീട് ചരിത്രത്തിൽ മറ്റു ഭാഷകളിലുള്ള ഖലീല ദിംന മുഴുവനും സംസ്കൃതം അടക്കം പിൻവലിക്കപ്പെട്ടു പോയി. അറബിയിലുള്ള ഖലീല വ ദിംന മാത്രമായി മാറി. ഖാലിദ് ബിൻ യസീദ് തങ്ങൾ പരിഭാഷപ്പെടുത്തിയത് ഇന്ത്യയിലെ സംസ്കൃതത്തിലുണ്ടായ, അതും കെമിസ്ട്രിയിലുള്ള ഏറ്റവും സങ്കീർണ ഒരു വിഷയത്തിലുള്ള ഒരു സംസ്കൃത ഗ്രന്ഥം അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. അപ്പോൾ ഈ വിവർത്തനം ചെയ്ത് ലോകത്ത് വിജ്ഞാനവും ജനങ്ങളിൽ വിജ്ഞാനവും പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ ചെറു ഉസ്താദ് പറഞ്ഞ ആ മഅ്മൂൻ ചക്രവർത്തിയുടെ കാലഘട്ടം വളരെ വലുതായിരുന്നു. അന്നത്തൊക്കെ ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ സൗരഭ്യം നിറഞ്ഞൊരു ബഗ്ദാദായിരുന്നു. ഈ ബൈത്തുൽ ഹിക്മ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിലധികം കാലം, പിന്നീട് ഏതിനും ഒരു തകർച്ച ഉണ്ടാവുമല്ലോ, പിന്നീട് അത് അവഗണിക്കപ്പെട്ടു പോയിട്ടോ. ആ ഒരു പ്രഥമ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് അവഗണിക്കപ്പെട്ടു. പക്ഷെ അന്നുണ്ടാക്കിയ ആ ഒരു വൈജ്ഞാനിക, ഞാൻ പറഞ്ഞല്ലോ, സ്ഫോടനാത്മകമായിരുന്നു. ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് ദോഷങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ബൈത്തുൽ ഹിക്മ. കാരണം എന്താണെന്ന് വെച്ചാൽ മഅ്മൂൻ്റെ ഉത്തരവ് എന്താ വെച്ചാൽ ഈ ലോകത്തെ എന്തൊക്കെ വിജ്ഞാനമുണ്ടോ അത് മുഴുവൻ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഗ്രീക്ക് ഫിലോസഫി,
ട്രാൻസ്ലേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് ചെയ്ത് കണ്ട് അവർ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫിലോസഫികൾ, അതുപോലെ ചൈനീസ്, പിന്നെ ചൈനയിലെ കുറേ ദാർശനികന്മാർ ഉണ്ടായിരുന്നല്ലോ, അവരുടെ തത്വചിന്തകൾ, സരതുഷ്ടരുടെ ദർശനങ്ങൾ, എല്ലാം ലോകത്തിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടോ ലഭ്യമാകുന്നത് മുഴുവനും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വലിയൊരു വിജ്ഞാന കേന്ദ്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചിന്താശേഷിയുള്ള ആളുകൾ ഇത്തരം മേഖലയിലാണ് അധികം ഉണ്ടാകുന്നത്. പൊതുവെയുള്ള സ്വഭാവമാണ്. ലൈബ്രറികളിൽ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, പക്ഷെ അവർ ഈ ലോകത്തെ വല്ലാതെ നിയന്ത്രിച്ചു കളയും. കാരണം ഭയങ്കര സ്വാധീനം ഉണ്ടാവും. ഇപ്പോൾ ഈ എഴുത്തുകാർക്ക്, കവികൾക്ക്, ദാർശനികർക്കൊക്കെ അവർ ചെറിയൊരു വിഭാഗമാണെങ്കിൽ പോലും ലോകത്ത് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളാണ് അവർ. അപ്പോൾ ഈ ദർശനങ്ങളിൽ മുഴുകിയ ഒരുപാട് ആളുകൾ അന്ന് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. ആശയസങ്കലനം എന്ന് പറയുമല്ലോ, ഒരു വൈജ്ഞാനികമായ സങ്കലനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ക്ഷതം ഉണ്ടാവും. അങ്ങനെയാണെന്ന് ഒരുപാട് തർക്കങ്ങൾ, ദാർശനികമായ തർക്കങ്ങൾ ഉടലെടുക്കാൻ കാരണമായത്. ഏതാണ്ട് ഇമാം ഗസാലിയുടെ കാലഘട്ടം വരെ ഏറിയും കുറഞ്ഞും നിലനിന്നിട്ടുണ്ട്. അത് വലിയ തർക്കങ്ങൾക്കും സാമൂഹികമായ കുഴപ്പങ്ങൾക്കും എല്ലാം അത് കാരണമായിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കത് വല്ലാതെ ഫീൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ അത് ഏറെക്കുറെ അവിടെ ഒതുങ്ങിപ്പോയി. വളരെ കുറച്ച് അത് ഗ്രന്ഥങ്ങളിലൊക്കെ അവശേഷിക്കുന്നുള്ളൂ. കുറച്ച് മഅഖൂലാത്തുകളിലും കുറച്ച് ഇലാഹിയാത്തുകളിലും ഒക്കെയുള്ള അഖീദയിലൊക്കെയുള്ള ചെറിയ തർക്കങ്ങളായിട്ട് നമ്മളിലേക്ക് അത് എത്തിയിട്ടുള്ളൂ. നമ്മളൊരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ. അന്നുണ്ടായ സംഭവങ്ങൾ പക്ഷേ നമ്മൾ സങ്കല്പിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്തായിരുന്നു. ഇപ്പം നമ്മളതിലേക്ക് പോകാതിരിക്കലാണ് നല്ലത്. നമ്മൾക്കിപ്പോൾ സംഘർഷങ്ങളുടെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇസ്ലാമിക ലോകത്ത്, പ്രത്യേകിച്ച് ബഗ്ദാദ് അന്ന് വൻ നഗരമാണ്. നഗരം എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ നഗരമാണ്. 10,000 ഹമ്മാമുകൾ ബഗ്ദാദിൽ ഉണ്ടായിരുന്നു എന്ന് അന്ന് സഞ്ചാരികൾ പറയാറുണ്ട്. 10,000 ഹമ്മാം. എൻ്റെ അർത്ഥം എന്താ പറയുക? 10,000 ഹമ്മാമാണ്, 10,000 ടോയ്ലറ്റ് ഉണ്ട് എന്നല്ല. നമ്മൾ ഹമ്മാമെന്ന് വരുമ്പോൾ തലയിൽ ഈ ടോയ്ലറ്റാണ് വരിക, തവാലീത്ത്. ഹമ്മാമ് ടോയ്ലറ്റ് അല്ല. ഇപ്പോൾ കാണണമെങ്കിൽ ഇപ്പം നിങ്ങൾ തുർക്കിയിലോ അല്ലെങ്കിൽ ബുഹാറയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഹമ്മാമുകൾ കാണാം. യൂറോപ്യൻ ഇവിടെ ബുഡാപെസ്റ്റിൽ, അതുപോലെ തന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഹമ്മാമുകളുണ്ട്, ടർക്കിഷ് ഹമ്മാമുകൾ. അപ്പോൾ ആ ഹമ്മാമ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സുഖചികിത്സാ കേന്ദ്രമാണ്. നമ്മളിപ്പോഴത്തെ ഒഴിച്ചിൽ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ മാതിരി എല്ലാ. അപ്പോൾ ഹമ്മാമിൽ വരുന്ന ആളുകൾ പറഞ്ഞാൽ നല്ല സമ്പന്നരായ അവരാണ്. നല്ല പണച്ചെലവുള്ള പരിപാടിയാണ് ഹമ്മാമ് പോകുകയെന്ന് പറഞ്ഞാൽ. പലതുണ്ട്. എല്ലാം സ്റ്റീം ഉണ്ടാവും, കോൾഡ് ഉണ്ടാവും, എല്ലാം. അതിൻ്റെ നേച്ചർ എങ്ങനെയാണ് അത് പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ബുഹാറയിലൊക്കെ ഉണ്ട്. അതിൽ നേച്ചറലായിട്ട് തന്നെ തണുപ്പും ചൂടൊക്കെ ഉള്ള സിസ്റ്റങ്ങൾ അതിലുണ്ടാവും. വെള്ളം എല്ലാം ഉണ്ടാവും. അതിനുള്ള എല്ലാ ഉപയോഗങ്ങളും ഉണ്ടാവും. ഒരാളാണ്ട് കടന്നു കഴിഞ്ഞാൽ ശരിക്കും അവൻ്റെ ശരീരത്തെ നന്നാക്കിയിട്ട് മസാജൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ടാണ് പുറത്ത് വിടുക. അപ്പോൾ നല്ല പണച്ചെലവുള്ളതാണ്. അപ്പോൾ ഈ സഞ്ചാരികൾ 10,000 ഹമ്മാമുണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായി എണ്ണി കണക്കാക്കി പറയുമെന്നല്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ബഗ്ദാദ് അന്ന് അത്രയും സമ്പന്നമായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഇതേ ടൈം ഞാൻ പറഞ്ഞല്ലോ, അതേ ടൈമിൽ ബഗ്ദാദ് മാത്രമല്ല വളർന്നു വന്നിട്ടുള്ളത്. അതേ സമയത്ത് തന്നെയാണ് ഒരുപാട് നഗരങ്ങൾ പുതുതായിട്ട് വൈജ്ഞാനിക മേഖല അതിൽ നിർമ്മിക്കപ്പെട്ട നഗരം, പഴയതല്ലാതെ നിർമ്മിച്ച നഗരം ഒന്ന് ഫാസാണ്. ഫാസ് ഇന്നും അതേപടി നിലനിൽക്കുന്നതും ഫാസ് തന്നെയാണ്. അന്ന് നിർമ്മിച്ചിട്ട്, അതായത് മൗല ഇസ്മായിലാണ് ഇദ്രീസി അവിടെ ഉണ്ടായ ഇദ്രീസി ഭരണകൂടം. ഇദ്രീസികൾ പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു തലമുറ. പിന്നീട് അവിടെ ഹിജറ 100-100 വർഷത്തിൻ്റെ ശേഷം ഉദയം ചെയ്തതാണ്. അഗാലിബത്തൊക്കെ ദുർബലമായപ്പോൾ ഉണ്ടായതാണ് ഇദ്രീസികൾ. അപ്പോൾ ഇദ്രീസികളുടെ കേന്ദ്രം മെഹനാസ് എന്ന് പറയുന്ന സ്ഥലത്ത് മൊറോക്കോയിൽ. ആ മെഹനാസിൽ നിന്ന് മൗല ഇസ്മായിലാണ് ഈ ഫെസ്സിൽ ഒരു പുതിയ നഗരം സ്ഥാപിക്കുന്നത്. ഇന്നും അവിടെ ചെന്ന് നോക്കിയാൽ കാണാം. 2-3 വർഷം ഞാനവിടെ പോയിട്ടുണ്ട്. ഭയങ്കര അത്ഭുതകരമാണ് ആ സ്ട്രക്ചർ, ആ നഗരത്തിൻ്റെ നിർമ്മാണ രീതി. 1200 വർഷം മുമ്പ് എങ്ങനെയാണോ അത് നിർമ്മിച്ചത്, അത് ഒരു ചേഞ്ചും വരുത്താതെ, ഇതിൻ്റെ സ്ട്രക്ചറിന് ഒരു മാറ്റവും വരുത്താതെ അതേപടി നിലനിൽക്കുന്നുണ്ട് ഫാസ്. ബാക്കിയുള്ളതൊക്കെ മാറി, ഖുർത്തുബൊക്കെ മാറിപ്പോയി, എല്ലാം മാറിപ്പോയി, ഏറെക്കുറെയൊക്കെ മാറിപ്പോയി. ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. ആ ഫെസ്സിലാണ് അന്ന് ഫിഹിരികൾ, അതായത് ഫിഹിരികളല്ല, പുറവീനുകൾ. ഈ ഇവിടുന്ന് കുറേ ആളുകൾ ഖൈറുവാനിന്ന് ഒരുപാട് കുടിയേറ്റം ഉണ്ടായി. അങ്ങോട്ട് മൗല ഇസ്മായിൽ അങ്ങോട്ട് കുടിയേറി. അവരാണ് ജാമിയത്തുൽ ഖുറവീൻ സ്ഥാപിക്കുന്നത്. അവിടെ ഈ ഫെസ്സിൽ ജാമിയത്തുൽ ഖുറവീൻ സ്ഥാപിക്കുന്നത് അവരാണ്. അത് ഒരു സ്ത്രീയാണ് അതിൻ്റെ നേതൃത്വം വഹിച്ചത്. അതിൻ്റെ ഫണ്ടൊക്കെ ചെയ്തത് ഫാത്തിമ ഫീരിയാണ്. അപ്പോൾ ഒരു വൈജ്ഞാനിക കേന്ദ്രം അവിടെ ഉദയം ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് കോർഡോബ.
വരുന്നത്. കോർഡോബയിൽ അബ്ദുറഹ്മാൻ ദാഖിലാണ് കോർഡോവ തലസ്ഥാനമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവർ താരിഖ് ബിൻ സിയാദ് കീഴടക്കി, പിന്നെ മൂസ ബിൻ നുസൈർ ആണ് അത് വികസിപ്പിച്ചെടുത്തത്. പിന്നീട് വന്ന അബ്ദുറഹ്മാൻ ദാഖിൽ, അതായത് ഉമവികളിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന ആളാണ് അബ്ദുറഹ്മാൻ ദാഖിൽ. ഉമവികൾ അഹ്ലുബൈത്തിനെ മുഴുവനും കൊല്ലുന്ന ഒരു സമയം ഉണ്ടായിട്ട് അത് വലിയ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിലേക്ക് പോകാൻ വേണ്ടിയല്ല. നിങ്ങൾ ഇതൊക്കെ ഒരു പറയണം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കണം ഒക്കെ വിദ്യാർത്ഥികളോട് പറയുന്നത്. ഇതൊക്കെ തിരഞ്ഞു പിടിക്കണം, എന്തായിരുന്നു ശരിക്കും സംഭവിച്ചതെന്നുള്ളത്. നമ്മളെ അമ്പരപ്പിച്ച് കളയും 12 കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇന്നീ കാണുന്ന മാതിരി ഒന്നും അല്ലാതെ. അപ്പോൾ ഈ അബ്ദുറഹ്മാൻ ദാഖിലാണ് കോർഡോവ ഒരു പഴയ നഗരം തന്നെയാണ്, ആദ്യമുള്ള നഗരമാണ്. പക്ഷേ കോർഡോവ അദ്ദേഹം എന്ത് ചെയ്തു, തലസ്ഥാനമാക്കി മാറ്റിയപ്പോൾ അവിടെ പിന്നീട് വലിയ പള്ളി ഉണ്ടായി, ജാമിയത്തുൽ ഖുർത്തുബ ഉണ്ടായി. ഞാൻ കഴിഞ്ഞ മാസം സ്പെയിനിലുണ്ടായിരുന്നു. അപ്പോൾ ജാമിയത്തുൽ ഖുർത്തുബ ഉണ്ടായി, അവിടെ ഒരുപാട് വിജ്ഞാനത്തിൻ്റെ വികസനം വന്നു. പിന്നീട് അതിൻ്റെ ശേഷം മദീനത്തു സുഹറ സ്ഥാപിക്കപ്പെട്ടു. മദീനത്തു സുഹറയിലേക്ക് മാറി. ഇതിപ്പോൾ പള്ളിയല്ലേ, വിജ്ഞാനത്തിൻ്റെ യൂണിവേഴ്സിറ്റി എന്നുള്ളതിലേക്ക് മദീനത്തു സുഹറയിലേക്ക് മാറി. എല്ലാ വിജ്ഞാനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ നടന്നു അവിടെ. ഒരുപാട് ലോകത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ ഒരുപാട് ദാർശനികന്മാർ, ഇപ്പോൾ ഇബ്നു നഫീസ്, അതുപോലെ തന്നെ പിന്നെ ഇബ്നു സുഹർ, സർജറിയിലൊക്കെ ആദ്യം ഉണ്ടായ കിതാബാണ് അത്തസ്രീഫ്. സർജറിയിലെ ആദ്യത്തെ ഗ്രന്ഥമാണ്. 1200 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് സർജറി 2 വാള്യം സർജറിയാണ്. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉദയം ചെയ്തത് അവിടെയാണ്. അപ്പോൾ ഖുർത്തുബ പിന്നീട് വലിയൊരു വിപ്ലവത്തിൻ്റെ വൈജ്ഞാനിക വിപ്ലവം, അതൊക്കെ ഏറെക്കുറെ ഒരേ ടൈമിൽ തന്നെ നടക്കുന്നത്. ആ ഹിജറ 200 മുമ്പുള്ള ഒരു നല്ല സുവർണ്ണ കാലഘട്ടം എന്ന് പറയാവുന്ന ആ കാലഘട്ടം. അതേ ടൈമിൽ തന്നെയാണ് നിഷാപൂർ. അതേമാതിരി നിഷാപൂർ എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പോൾ ഇറാനിലാണ്. ഇറാനിലെ പിന്നെ ഖുറാസാൻ പ്രോവിൻസിലാണ് നിഷാപൂരുള്ളത്. അന്ന് ശരിക്കും ഖുറാസാൻ ഒരു രാജ്യമാണ്. ഇപ്പോൾ ഖുറാസാൻ പറഞ്ഞാണ്ട് രാജ്യമില്ല, ഇന്ന് ഇറാൻ്റെ ഒരു പ്രോവിൻസ് മാത്രമാണ് ഖുറാസാൻ. അപ്പോൾ അന്നത്തെ ഖുറാസാൻ്റെ തലസ്ഥാനമാണ് നിഷാപൂർ. നിഷാപൂർ പുതിയ നഗരമല്ല, പഴയ നഗരമാണ്. അത് സാസാനികൾ നിർമ്മിച്ചാണ്. ഷാപൂർ എന്ന് പറയുന്ന ഒരു സാസാനി ചക്രവർത്തിയാണ് ഈ നിഷാപൂർ ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെയാണ് പിന്നെ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല എന്നങ്ങയുടെ ജന്മദേശമാണ്. അവിടെ വലിയൊരു വിജ്ഞാന കേന്ദ്രം. ഇമാം ബുഖാരിയൊക്കെ പഠിച്ചതും അവസാന അധ്യാപനം നടത്തിയതൊക്കെ നിഷാപൂരിലാണ്. അവിടുന്നാണ് ഇമാം ബുഖാരി കംപ്ലീറ്റ് സഞ്ചരിച്ചൊക്കെ ഈ നിഷാപൂർ കേന്ദ്രമൊക്കെയാണ്. പിന്നെ ഇമാം ബൈഹഖി, ഇമാം ഹാക്കിം, ഇവരൊക്കെ നിഷാപൂർക്കാരാണ്. നിഷാപൂരികൾ ഒരുപാട് ആളുകൾ. അതിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടുന്ന് ഏതാണ്ട് ഒരു 100-120 കിലോമീറ്റർ ഇപ്പുറത്താണ് തൂസ്. അവിടെയാണ് ഇമാം ഗസാലിയുടെ നാടുള്ളത്. ഇമാം ഗസാലിയുടെ മക്ബറ അവിടെ തന്നെ ഉള്ളത്. ഇപ്പോൾ ഇറാനിലെ മഷ്ഹദ് എന്ന് പറയുന്ന വലിയ പ്രസിദ്ധമായൊരു പട്ടണമുണ്ട് ഈ തൂസിൻ്റെ അടുത്ത്. തൂസ് അവിടുന്ന് ഒരു 25 കിലോമീറ്റർ ദൂരെയാണുള്ളത്. അപ്പം അന്നത്തെ പുരാതനമായ പ്രധാനപ്പെട്ട നഗരങ്ങളാണിപ്പോൾ ഇതൊക്കെ. അതുപോലെ തന്നെയാണ് അന്ന് വളർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു നഗരമാണ് മറവും ഖവാറസും. അത് പിന്നെ മാവറ അൻഹർ നമ്മൾ കിതാബിൽ പറയും. മാവറാൻ, അതായത് അവിടെ ജയ്ഹുൻ നദി ഉണ്ട്. ഈ പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെയും പറഞ്ഞ ബുഖാറിൻ്റെ ഇടയിൽ ജയ്ഹുൻ. ആ നദിൻ്റെ അപ്പുറത്താണ് ഖവാറസും ബുഖാറയും സമർക്കന്തൊക്കെ. അതുകൊണ്ട് അന്ന് ബഗ്ദാദിൻ്റെ നാളുകൾ പൊതുവേന് പറഞ്ഞിരുന്ന പേരാണ് മാവറാൻ. മലബാർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ മതി മാവറാൻ നഹർ എന്ന്. അഫ്ഗാൻ ഇപ്പുറത്താണ്. ബൽഖും അതുപോലെ ഖന്ദഹാറും ഹിറാത്താണ് അന്നത്തെ പുരാതനമായ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളൊന്ന്. ഹിറാത്ത് അതിപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ്. മാവറാൻ നെഹ്ർ തുടങ്ങുന്നത് നമുക്കിപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ മുതലാണ്. അല്ല, അത് ശരിക്ക് കിർഗിസ്ഥാനിൽ നിന്ന് ആണ് അത് ആരംഭിക്കുന്നത്. ആ നദി ഇങ്ങനെ ഒഴുകി വന്നുകാണ്ട് ഇങ്ങനെ പോയിട്ട് അവസാനം പിന്നെ കസാക്കിസ്ഥാൻ്റെ ഒരു മരുപ്രദേശത്ത് മരുഭൂമിയിലാണ്ട് അവസാനിക്കാണിച്ചത്. കടലായിട്ട് ബന്ധമൊന്നുമില്ലാതെ അങ്ങനത്തെ ഒരു പുഴയാണത്. അപ്പോൾ ജയ്ഹുൻ നദി അതിൻ്റെ മറുവശത്താണ് ഈ പിന്നെ ഷാസ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ താഷ്കൻഡിനാണ് ഷാസ് എന്ന് പറയും. അബൂബക്കർ ഖഫാൽ ഷാസി എന്നൊക്കെ കിതാബിൽ കാണും, വലിയ മഹാപണ്ഡിതൻ. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ മാവറാഹനറിലെ ഇമാമിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ കിതാബിലൊക്കെ കാണുന്നതാണ്. ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ അബ്ബാസിയ ഭരണകാലത്ത് ഉണ്ടായ ഈ വൈജ്ഞാനിക മുന്നേറ്റം നോക്കിയാൽ നമ്മൾ ബുഖാരി ഇമാം, തുർമുദി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, ഇവർ ഒക്കെ ഏകദേശം സിഹാഹുസത്തിൻ്റെ അധിക ഇമാമിങ്ങളുണ്ടായത് മക്കൊന്നും അതിനൊന്നുമല്ല. അതൊക്കെ ഈ രാജ്യങ്ങളിൽ നിന്നാണ്. അതുമായി നിർമ്മാണക്കലകളും അവരുടെ നാട്ടിൽ നിന്നാണ് സത്യത്തിൽ ഡൽഹിയിലും നമ്മുടെ രാജ്യതലസ്ഥാനങ്ങളിലൊക്കെ വന്ന
കുത്തൂബ് മിനാർ തുടങ്ങിയ അതുപോലത്തെ കലകൾ, അതുപോലത്തെ ഒരു മിനാർ ബുഖാറയിലുണ്ടല്ലോ, പള്ളിയുടെ മുമ്പിൽ. അപ്പോൾ ഈ അബ്ബാസിയ ഭരണകാലഘട്ടത്തിലെ ചെറൂർ ഉസ്താദ് പറഞ്ഞ ഈ അമോധാരിയ നദി, മാവറ നെഹ്ർ എന്നൊക്കെ പറയപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ആ സംസ്കാരം വൈജ്ഞാനികമായും അതോടൊപ്പം തന്നെ അവർ ഭരണകർത്താക്കളായി ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ അവരെ നിർമ്മാണക്കലകളും സംസ്കാരങ്ങളും ഒക്കെയും കടന്നു വന്നു. അവർ രാജാക്കന്മാരായിരുന്നു എന്ന് മാത്രം. ഈ പേർഷ്യക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ഉയർന്നു വന്ന ഇമാമിങ്ങൾ വളരെ കുറവാണ്. ചരിത്രത്തിൽ ഏറിപ്പറഞ്ഞ വിരലുകൊണ്ട് എണ്ണാവുന്ന ആളുകൾ മാത്രമേ, ഒരു ഇമാം മാലിക് അങ്ങനത്തെ 1-2 എണ്ണാവുന്ന ആളുകൾ ഒഴിച്ചാൽ ഇസ്ലാമിന് വലിയ സംഭാവന നൽകിയ, വിജ്ഞാനത്തിന് സംഭാവന നൽകിയ എല്ലാ ഇമാമികളും ആ ബൗണ്ടറിൻ്റെ പുറത്തുനിന്നുള്ളത്. മദഹബിൻ്റെ ഇമാമുകളും അധികം പേർഷ്യക്കാരാണ്. ഇപ്പോൾ ഈ ഇറാഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും പേർഷ്യയാണ്. ഇമാം ഷാഫി മാത്രമാണ് ഗസയിൽ ജനിച്ച ഒരു ഖുറൈശി കുടുംബത്തിൽ നിന്നുള്ള ആൾ മാത്രം. അബൂ ഹനീഫൊക്കെ പേർഷ്യക്കാർ, എല്ലാവരും പേർഷ്യക്കാരാണ്. ഇമാം മാലിക് ഒഴികെ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൗ കാനൽ ഇൽമു ബിസ്സുറയ്യ ലനാലഹു അഹ്ലു ഫാരിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാനം കാർത്തിക നക്ഷത്രത്തിനോട് കെട്ടിയിട്ടാൽ പോലും പേർഷ്യക്കാരെ പോയിട്ട് എടുത്തുകൊണ്ടിരുന്നു. പേർഷ്യക്കാർക്ക് ഓരോ ഈ പ്രദേശത്തിന് അല്ലാഹു തആല ചില ഖുവ്വത്ത് കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഖൽദൂൻ ഭയങ്കര നിരീക്ഷിച്ചിട്ടുണ്ട് ആ സംഭവം. ഓരോ പ്രദേശത്തുള്ള ആളുകളുടെ മൈൻഡ്, ആ പ്രദേശം, അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഭക്ഷണ രീതി, ഇതൊക്കെ മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ്. അവരുടെ ബുദ്ധിയിൽ, അവരുടെ കഴിവുകളിലൊക്കെ സ്വാധീനം ചെലുത്തും. അതിന് എതിരായിട്ട് നിരീക്ഷണമാണ്, അപൂർവമായിട്ടൊക്കെ ഉണ്ടാവും, അല്ലാത്തൊക്കെ ഉണ്ടാവും. പക്ഷേ ഏറെക്കുറെ അങ്ങനെയുള്ള ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ 100% അല്ല, പക്ഷേ ഏറെക്കുറെ അങ്ങനെയാണ്. ഇപ്പോൾ ഇറാനിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്താൽ ഈ പേരുകളൊക്കെ നമ്മൾ കിതാബിലുള്ള പേരൊക്കെ കാണും. സഞ്ചാൻ, പിന്നെ അതുപോലെ തന്നെ എന്താണ് തിബിർ, ഇസ്ഫഹാൻ, ഷീറാസ്, പിന്നെ യസ്ദ്, ഇതൊക്കെ, പിന്നെ നിഷാപൂർ ഒക്കെ ഇറാനിലുണ്ട്. ഇറാനിലടിച്ചാൽ അവിടെയാണത് ഉള്ളത്. ഹമദാൻ, ഇവരൊക്കെ ഇറാനികളാണ്, പേർഷ്യക്കാരാണ്. ശരി, ഇറാനി വെച്ചാൽ പേർഷ്യക്കാരാണ്. ഇറാൻ എന്ന് പറഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഏരിയ, അന്ന് പേർഷ്യ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭൂപ്രദേശമാണ്. അതായത് ഷാമിൻ്റെ ബോർഡർ കഴിച്ചാൽ കിഴക്കോട്ട് മുഴുവൻ പേർഷ്യൻ. ഇന്നത്തെ ബഗ്ദാദൊക്കെ അന്നത്തെ പേർഷ്യൻ. അതങ്ങനെ പോയിട്ട് ഖുറാസാൻ വരെ പേർഷ്യൻ. പേർഷ്യയിൽ ഈ പറഞ്ഞ ഇമാമികളുടെ ഒക്കെ നാട് പിന്നെ എങ്ങനെയാണ് ഈ ഷീഈ ഒരു ആധിപത്യത്തിലേക്ക് അതായിട്ട് 500 വർഷമായിട്ടുള്ളൂ. ഷീ ആധിപത്യം ഉണ്ടായിരുന്നില്ല അതിൽ. ഉസ്താദ് അങ്ങനല്ല, ഇപ്പോൾ ഭൂരിപക്ഷം ഷീഈ ആയില്ലേ? ആ ഒരു കൺവേർഷൻ എവിടുന്നാണ് സംഭവിക്കുന്നത്? അത് ഇസ്മായിൽ സഫവിയാണ്. സഫവി ഭരണകൂടം വരികയാണ്. അവിടെ എന്ന് വെച്ചാൽ ഈ അബ്ബാസികളുടെ ദുർബലമായതോടുകൂടി പേർഷ്യയിൽ ഒരുപാട് ഭരണകൂടങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത് തുർക്കി സെൽജൂക്കികളാണ്. തുർക്കി സെൽജൂക്കി അന്ന് സംഭവിച്ചതെന്താ വെച്ചാൽ ഇവർ അബ്ബാസികൾ ഇവരെ ഉമവികളെ ചെയ്തതുപോലെ ഇവരെ നശിപ്പിച്ചില്ല. ഖിലാഫത്ത് നിലനിർത്തി സെൽജൂക്കികൾ. ഭരണം അവർ ചെയ്തു. ഇയാൾ നമ്മൾ ഈ പ്രസിഡൻറ്റിനൊക്കെ വെക്കുമല്ലോ, ഗവർണറൊക്കെ വെക്കണ മാതിരി, അതെ, ഖലീഫൻ അവിടെ വെച്ച് മൂപ്പരൊന്നും ചെയ്തില്ല. പക്ഷേ ഭരണം ആര് നടത്തി? ഇവരെ നടത്തി, സെൽജൂക്കികൾ നടത്തി. തുർക്കി സെൽജൂക്കികളാണ്, അതെ. അങ്ങനെ സെൽജൂക്കികൾ ഏറെക്കുറെ ഭയങ്കര സ്വാധീനം അവരാണ് ബഗ്ദാദിൽ പിന്നെ മറ്റേ നിലാമിയ കോളേജ് ഉണ്ടാക്കുന്നത്. ബഗ്ദാദിൽ മാത്രമല്ല, ആദ്യം നിലാമിയ ഉണ്ടാകുന്നത് നിഷാപൂരിലാണ്. കാരണം ഈ അന്നത്തെ സെൽജൂക്കി മലിക് ഷാ ചക്രവർത്തിയുടെ മന്ത്രിയായിരുന്ന നിലാമുൽ മുൽക്ക് തൂസി, മൂപ്പര് തൂസുകാരനാണ്, റസാലി ഇമാമിൻ്റെ നാട്ടുകാരനാണ്. നിഷാപൂരിൻ്റെ അടുത്താണ്. അദ്ദേഹം ആദ്യമായിട്ട് ഈ നിലാമിയ ഉണ്ടാക്കുന്നത് നിഷാപൂരിലാണ്. പിന്നെ ഇസ്ഫഹാനിലുണ്ടാക്കി, ബഗ്ദാദിലുണ്ടാക്കി. ബഗ്ദാദിലായിരുന്നു ഇമാം ഗസാലിയൊക്കെ ഉണ്ടായിരുന്നത്. അബ്ദുൽ ഖാദിർ ജീലാനൊക്കെ പഠിച്ചത് ബഗ്ദാദിലെ നിലാമിയ കോളേജിലാണ്. അപ്പോൾ അവർ ഒരു ഭയങ്കര ഈ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വലിയ വിജ്ഞാന മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടം. അതിൻ്റെ ശേഷം ഈ പ്രവിശാലമായ രാജ്യമല്ല, അപ്പോൾ ഓരോ ഭാഗത്തും ഓരോരുത്തരിൻ്റെയും കലാപങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയാണ് ഒരുപാട് ബോയിഹികൾ, പിന്നെ അങ്ങനത്തെ ഒരുപാട് ആളുകൾ വന്നത്. അതിൽ അവസാനം ഇസ്മായിൽ സഫവി എന്ന് പറയുന്ന സഫവികൾ വന്നു. അദ്ദേഹം ശരിക്കും ഷിയായിരുന്നു. പിന്നെ ഈ വേറൊന്നുണ്ട്, ഈ അധികാരവും ഭരണമുള്ളവരുടെ ദീനിലായിരിക്കും ജനങ്ങളുണ്ടാകുക, ബലം പ്രയോഗിച്ചാൽ. അദ്ദേഹം ഇറാൻ ആ പ്രദേശത്തെ കംപ്ലീറ്റ് നിർബന്ധമായിട്ട് രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം എന്തായി ഷീസമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
അതൊരു 5 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് അങ്ങനെ ഇറാൻ ഷിയൊന്നല്ല. അതൊരു ഭരണകൂടത്തിൻ്റെ ആധിപത്യത്തിൽ അങ്ങനെ അത് എന്താ പറയുക, ഇപ്പോൾ ഈ മുന്നേറ്റങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഇസ്ലാം തന്നെ ഇപ്പോൾ പേർഷ്യയിലൊക്കെ എത്തിയത് എങ്ങനെയാണ്? അത് ഖിലാഫത്ത് അങ്ങോട്ട് എത്തിയപ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് മാറും. ആളുകൾക്കിപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ലല്ലോ. അവർക്ക് സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം, സുരക്ഷിതത്വമാണ്. അപ്പോൾ ഭരണകൂടം നല്ല ഒരു ഭരണമാകുകയും സുരക്ഷിതമാകുകയും ചെയ്താൽ ആ ഭരണത്തിൻ്റെ സ്വാധീനം ജനങ്ങളിലുണ്ടാവും. പിന്നെ നമ്മുടെ രാജ്യത്തെ പോലെ കുറഞ്ഞ കൊല്ലം 5 കൊല്ലം 4 കൊല്ലമല്ലല്ലോ ഭരിക്കണത്. ഒക്കെ നൂറ്റാണ്ടുകൾ ഭരിച്ചവരാണ്. ഫാത്തിമിയ ഭരണകൂടം ഷിയാക്കളായിരുന്നു. ബനൂബുവൈഹി, അതായത് ഈ അബ്ബാസിയ കാലഘട്ടത്തെ 2 3 ആക്കി തിരിക്കും. നേർക്കുനേരെ ഖലീഫമാർ ഭരിച്ചു. 2ാം ഘട്ടം ഖലീഫമാർ റബ്ബർ സ്റ്റാമ്പ്. ഭരിക്കുന്നത് വിവിധ ഏജൻസികൾ, വിവിധ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പട്ടാളക്കാരും വിവിധ വർഗ്ഗങ്ങളൊക്കെ ആയിട്ട്. അതിലാണ് പറഞ്ഞ സെൽജൂക്കികൾ, അവർ സുന്നികളായിരുന്നു. ബനൂബുവൈഹി അവർ ഷിയാക്കളായിരുന്നു. പിന്നെ ഫാത്തിമിയ ഭരണകൂടം അവർ ദീർഘകാലം ഭരിച്ചവരാണ്. അപ്പോൾ ഓരോ ഗവൺമെൻറ്റും വരുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖസൗകര്യങ്ങൾ ഉണ്ടാകണം, അവരെ കാര്യങ്ങൾ ഇടപെടരുത്. അപ്പോൾ സർക്കാർ എന്താ പറയണത് അതിൽ അങ്ങോട്ട് വിടും, അല്ലാത്തവരെ സർക്കാർ അടിച്ചമർത്തും. ഈ ഇറാനിലേതുപോലെ തന്നെ പഴയ പേർഷ്യയുടെ ഭാഗമായ ബഗ്ദാദിലൊക്കെ ഷിയായിസം അടിച്ചേൽപ്പിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷിയായിസം പെട്ടെന്നുണ്ടായതല്ല, കുറേ മുമ്പേ ഉണ്ട്. അത് ഒരു രാഷ്ട്രം തന്നെ ഉണ്ടായത് സഫവികൾക്ക് ശേഷമാണ്. അതിപ്പോൾ പിന്നെ മഹ്മൂദിൻ്റെ കാലത്ത് മുഅ്തസിലത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നു. മുഅ്തസിലികളാകണം നിർബന്ധമായിരുന്നു. ഒരുപാട് ഇമാമിങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ പോയിട്ടുണ്ടല്ലോ. അതെ, ഒരുപാട് ഇമാമിങ്ങൾ, ഇപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു രസകരമായ സംഭവം, ഈ രാഷ്ട്രീയമായി ഭരണമാറ്റങ്ങളും ഈ വളർച്ചയും തകർച്ചയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾക്ക് അമൂല്യമായ അറിവ് പകർന്ന ഈ മഹാജ്ഞാനികളായ ഗ്രന്ഥകാരന്മാരെ ഇമാമിങ്ങളുണ്ടല്ലോ, അവരിതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. അവർ ഇതിലൊന്നും ഇടപെടുന്നില്ല. അത് പാരലായിട്ട് തന്നെ അവർ പാരലായിട്ട് വിജ്ഞാന ലോകം അവരുടെ കൺട്രോളിലാണ്. ഇതേ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഭരണം മാറുന്നുണ്ട്, ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്, മുവഹിദുകൾ വരുന്നുണ്ട്, ബോയികൾ വരുന്നുണ്ട്, അകാലിബത്ത് വരുന്നുണ്ട്, അവർ യുദ്ധം നടക്കുന്നുണ്ട്, കുറേ ആളുകളെ കൊല്ലുന്നുണ്ട്, തലമുറകൾ മാറുന്നുണ്ട്, കൊട്ടാരങ്ങൾ മാറിപ്പോകുന്നുണ്ട്, ഒരു ഭരണകൂടം പോയ പുതിയ കൊട്ടാരം അങ്ങേപ്പുറത്ത് വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും ഈ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ അത് സംബന്ധമായ പരാമർശങ്ങളൊന്നും കാര്യമായിട്ട് നമ്മൾ കാണില്ല. അവർ ഫുഖഹാ ഫിഖ്ഹിൽ ഗവേഷണം ചെയ്യുന്നു, മുഹദ്ദിസുകൾ ഹദീസിൽ ഗവേഷണം ചെയ്യുന്നു, മുഫസ്സിറുകൾ തഫ്സീറുകൾ ശേഖരിക്കുന്നു, മുഅർരിഖുകൾ അത് നിസ്സംഗമായിട്ട് എഴുതി വെക്കുന്നു, ഒരു നല്ലൊരു ജേർണലിസ്റ്റിനെ പോലെ. അവരതിൽ ഇടപെടുന്നൊന്നുമില്ല, സംഭവിച്ച എന്നൊക്കെയാണെന്ന് അവർ എഴുതി വെക്കുന്നു. അവർ പ്രത്യേകിച്ച് അതിലൊന്നും ഇടപെടാതെ അതുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരൊക്കെ ഇതിൽ പങ്കാളികളായിപ്പോയാൽ നമുക്ക് ഒരൊറ്റ ഗ്രന്ഥം ഉണ്ടാവില്ല. അപ്പോൾ പഠിക്കുന്ന ആളുകളും വിദ്യാർത്ഥികളും ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണത്. നമ്മൾക്ക് ഇൻട്രസ്റ്റുള്ള വിഷയം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചെയ്തെങ്കിലേ നടക്കുള്ളൂ. നാട്ടിലുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെട്ടാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് ഈ സമൂഹത്തിനൊന്നും സംഭാവന കൊടുക്കാൻ പറ്റില്ല. റിസർച്ച് ചെയ്യുന്ന ആളുകൾ അവരുടെ സബ്ജക്റ്റ് ഏതാണോ അതിൽ റിസർച്ച് ചെയ്യുക, അപ്പോഴേ അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. എന്താണ് സമൂഹത്തിന് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. കിതാബുകളിൽ മാത്രമല്ല, ഇപ്പോൾ പിന്നെ ഇബ്നു സീനെ പോലെയുള്ള ആളുകൾ അവർ ഈ ഗ്രീക്ക് ചിന്തകളിൽ നിന്നാണ്, ഗ്രീസിലുള്ള ആദ്യത്തെ ഒരു സിവിലൈസേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു വൈജ്ഞാനികമായ ഭയങ്കര സംഭവം ഉണ്ടായത് ഗ്രീസിലാണ്. അപ്പോൾ അവർ അവിടെ നിന്നുള്ള ഈ വിജ്ഞാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഗവേഷണം ചെയ്ത് ഇബ്നു സീന എന്ത് ചെയ്യാണ്, അത് ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ അതിനെ വിശകലനം ചെയ്തിട്ട് അതിനെ മാറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യുനാനിയൊക്കെ അപ്പോൾ അതിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോഴും മധ്യേഷ്യയിലുള്ള ആളുകളുടെ ഹെൽത്ത് നമുക്ക് ഭയങ്കര പാടാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് അവരുണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റം ഉണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ, അത് ഇന്നും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഗ്രീസ് ശരിക്കും യൂറോപ്യൻ ആയിട്ടാണോ, അല്ലെങ്കിൽ ഈ സമയത്ത് ഇതൊരു ഏഷ്യ മൈനറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇതൊരു ഏഷ്യൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ കൾച്ചറലി ഉള്ളത്? ഏഷ്യ എന്ന് പറഞ്ഞാൽ അന്ന് ഏഷ്യൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അനത്തോളിയാണ്. അതായത് ഇപ്പോഴത്തെ തുർക്കിൻ്റെ ഈ ഭൂരിഭാഗം പ്രദേശങ്ങൾ അനത്തോളിയ. ഈ അനത്തോളിയക്ക് ശരിക്കും റൂം എന്നാണ് പറഞ്ഞിരുന്നത്, സൽത്തനത്തുർ റൂം. അതാണ് ജലാലുദ്ദീൻ റൂമിയായത്. മുമ്പ് ശരിക്കും എവിടെയാണുള്ള കൂനിയിലാണ്, കൂനിയ തുർക്കിയിലാണ്. പക്ഷേ ആ പ്രദേശത്തിന് മൊത്തം റൂമെന്ന്, കാരണം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രധാന പാർട്ടിയായിരുന്നു അനത്തോളിയാണ്. ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാന ഘടകം തന്നെയായിരുന്നു ഗ്രീസും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ യൂറോപ്പിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിലാണോ ശരിക്കും ഗ്രീസ് വരിക, അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ അത് ശരിക്കും പറഞ്ഞാൽ ഈ കിഴക്കൻ യൂറോപ്പിൻ്റെ എൻഡാണത്. അപ്പോൾ അതൊരു ഈ പാരമ്പര്യത്തിൻ്റെ തുടർച്ച നമ്മളെങ്ങനെ വന്നു വെച്ചാൽ ഇസ്ലാം അവിടെ എത്തുന്നത് 1453 മുഹമ്മദുൽ ഫാത്തിഹ് ഇസ്തംബൂൾ കീഴടക്കുകയാണ്. ഇസ്തംബൂൾ കീഴടക്കിയപ്പോൾ
അന്ന് ആ സമയത്ത് ഭയങ്കര മുസ്ലിം പോപ്പുലേഷൻ്റെ ആയ സമയമാണ് ഈ ഗ്രീസൊക്കെ. ഇപ്പോൾ ഏതൻസിലൊക്കെ ധാരാളം മുസ്ലിങ്ങളുണ്ട്. സിലോനിക്ക എന്ന സ്ഥലമുണ്ട് ഏതൻസിൻ്റെ അടുത്ത്, നല്ലൊരു മനോഹരമായ കടൽ തീരപ്പെട്ടാണ് സിലോനിക്ക. അതായത് ഇപ്പോൾ ബെൽഗ്രേഡ് സോഫിയിൽ നിന്ന് ഒരു 200 ചില കിലോമീറ്റർ ഉള്ളൂ സിലോനിക്കയിൽ. ഈ സിലോനിക്കാരന് ശരിക്കും പറഞ്ഞാൽ 90% മുസ്ലിങ്ങളാണെന്നൊക്കെ. അപ്പോൾ യൂറോപ്പിൻ്റെ ആ ഭാഗം, അതുപോലെ തന്നെ അൽബാനിയ, മാസിഡോണിയ, ഇങ്ങനത്തെ പ്രദേശങ്ങളൊക്കെ മുസ്ലിം പ്രദേശങ്ങളാണ്. അതിന് കാരണമായത് എന്താണെന്ന് വെച്ചാൽ ഈ മുന്നേറ്റമാണ്. ഈ ഇത് കീഴടക്കിയതോടുകൂടി ഇവർ ഭയങ്കരമായിട്ട് മുന്നേറി. എവിടെ വെച്ചാൽ ഓസ്ട്രിയയിൽ വരെ എത്തിയതാണെന്ന് ഇസ്ലാമിക ഖിലാഫത്ത്. ഓസ്ട്രേലിയൻ്റെ, അതായത് ഇപ്പോഴത്തെ പിന്നെ എന്താ പറയുക വിയന്ന വരെ എത്തിയതാണ്. ഇപ്പോൾ ബെൽഗ്രേഡ്, അതുപോലെ തന്നെ പിന്നെ ബുഡാപെസ്റ്റ്, പിന്നെ അതൊക്കെ അന്ന് മുസ്ലിം പ്രദേശങ്ങൾ. ഇപ്പോഴും അതിൻ്റെ ആധാരങ്ങളുണ്ട്, പള്ളികൾ, ജാമ്യകൾ എല്ലാം. ഇപ്പോൾ ബോസ്നിയ, അൽബാനിയ, കൊസോവോ, ആ കിഴക്കൻ, ഇപ്പോൾ ബാൾക്കൻ എന്ന് പറയും നമ്മൾ, ബാൾക്കൻ ഏരിയകൾ മുഴുവനും ഈ മുന്നേറ്റ ഫത്തഹോട് കൂടി മുസ്ലിം പ്രദേശങ്ങളായിട്ട് മാറിയതാണ്. പക്ഷേ ജനങ്ങൾ ടോട്ടലി മാറിയല്ല. മുസ്ലിങ്ങൾക്ക് ഭയങ്കര സ്വാധീനവും ഭരണം ഖിലാഫത്തൊക്കെ വരെ കയ്യിലായിരുന്നു. ഇവരെ ഗവർണർമാർ, അവർക്ക് പറയൽ വെച്ചാൽ പാഷമാണ് അവർ, ഖലീഫ സുൽത്താൻ്റെ പ്രതിനിധികളുടെ പാഷമാരാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നീട് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെയും യൂറോപ്പിൻ്റെയും ഉപജാപങ്ങളിൽ പെട്ടുകാണ്ടുള്ളത് തകർന്നു പോകുന്നു. ആ സമയത്ത് ഒരു എക്സ്ചേഞ്ച് ഉണ്ടായി. ഇപ്പോൾ സെലോനിക്കയിലെ കംപ്ലീറ്റ് മുസ്ലിങ്ങൾ ഇസ്തംബൂൾ കൊണ്ടുവന്നു, ഇസ്തംബൂൾ ക്രിസ്ത്യാനികളെ കംപ്ലീറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ ഭയങ്കര എക്സ്ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെന്നാൽ വളരെ 1%-2% മുസ്ലിങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ പ്രദേശം ശരിക്കും പറഞ്ഞാൽ വലിയൊരു മുസ്ലിം മുന്നേ. പക്ഷേ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ തസൗഫാണ്. പിന്നെ സൂഫി സ്വാധീനം കൊണ്ടാണ് അവിടെ ഇപ്പോൾ മുസ്ലിങ്ങൾ ഏറെക്കുറെ ഒരു സൂഫി ദർശനം. തുർക്കിയുടെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. അത് സൂഫി ദർശനത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അത്. അതാണ് അവിടുത്തെ അവസ്ഥ. അതെ, തുർക്കികൾക്ക് നമ്മൾ ഇമാമുർ റബ്ബാനിയൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തുർക്കികൾ അവിടെ സർഹിന്ദിൽ ഒരു കെട്ടിടമൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുർക്കികളെ സംബന്ധിച്ചിടത്തോളം ഈ ഉസ്മാനിയ ഓട്ടോമൻ സാമ്രാജ്യം വന്നതു മുതൽ അവർക്ക് ഭരണരംഗത്തുണ്ടാകാൻ ഖലീഫയല്ലാത്ത കീഴുദ്യോഗസ്ഥന്മാർ, മന്ത്രിമാർ, മറിച്ചൊരു ഗവർണർമാർ, അവർക്ക് ഒരേ ഒരു കണ്ടീഷനാണ് വെച്ചത്. ഏത് ജിൻസിയ, ഏത് വർഗ്ഗക്കാർക്കും പറ്റും, ആർക്കും അധികാരം കൈയാളാം, അഹ്ലുസുന്നയിൽപ്പെട്ടവരാകണം. അത് അങ്ങനെ ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൊണ്ടാണ് ഈ സൂഫിസം അടക്കം അവിടെ വളർന്നു വന്നിട്ടുള്ളത്. അവർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഹറമയിലുണ്ടായ മാറ്റങ്ങളും പഴയ നിർമ്മിതികളും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അത് തകർക്കപ്പെട്ടു. ഉമവി ഖിലാഫത്തിലുണ്ടായ ഖൈറുവാൻ പട്ടണത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ സ്ഥാനം അത് പരാമർശത്തിൽ കേട്ടില്ല. അതുകൊണ്ട് അതിലേക്ക് ചെറിയൊരു തുർക്കി ഇസ്ലാം രാഷ്ട്രത്തിന്, പ്രത്യേകിച്ച് ഷാം പ്രദേശത്തിന് ഭീഷണിയായിക്കൊണ്ട് പാശ്ചാത്യരുടെ നാവികാക്രമണങ്ങൾ നിരന്തരമുണ്ടായിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ഖിലാഫത്ത് അക്കാലത്ത് തന്നെ ആഫ്രിക്കയിൽ കയറി ഒരു അറ്റാക്ക് ചെയ്യാൻ കാരണം ആഫ്രിക്കയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയായ ബർബറികൾ ഇവരുടെ ആജ്ഞാനുവർത്തികളാണ്, പാശ്ചാത്യരുടെ. അവർ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കും, അവർ ആയുധ സഹായം ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മുസ്ലിം സൈന്യം ചെന്നാൽ കീഴടങ്ങും, മുസ്ലിങ്ങളുമായിട്ടുള്ള സഹകരണ കരാർ ചെയ്യും, മുസ്ലിം ഖിലാഫത്തിനോട് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് വാക്ക് കൊടുക്കും. മുസ്ലിം സൈന്യം തിരിച്ചു പോന്നാൽ അവർ പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും. എന്നിട്ട് അതിർത്തി പ്രദേശത്തിലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ കടന്ന് നിരന്തരം കൊള്ളയും പിടിച്ചുപറിയും കൊലയും നടത്തും. ഈ ബർബറികളെ കൊണ്ട് 3 പ്രാവശ്യം അങ്ങനെ ബർബറികളെ കീഴ്പ്പെടുത്തി കരാർ ചെയ്തു. ഇവിടെ പിന്നീട് അവർ പഠനം നടത്തിയത് എന്തുകൊണ്ടാണ് ഈ ബർബറികൾ നിരന്തരം കരാർ ലംഘിക്കുന്നത്. ഇവരുടെ സ്പെയിനിൻ്റെയും അതുപോലെ ഫ്രഞ്ചുകാരുടെയൊക്കെ സായുധ സഹായം, സാമ്പത്തിക സഹായം, ഇതുകൊണ്ടാണ് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നു പോകുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ ഈ കരമാർഗവും കടൽ മാർഗവും വരുന്ന സഹായങ്ങൾ എവിടുന്ന് എവിടേക്ക് എന്ന് നിരീക്ഷിക്കാൻ ഒരു വലിയ സൈനിക ക്യാമ്പ് ഉൾപ്പെടെയുള്ള ഒരു പട്ടണം നിർമ്മിച്ചേ പറ്റൂ.
അപ്പോൾ പുതിയൊരു കമ്മ്യൂണിറ്റി അവിടെ വന്ന് ഒരു പട്ടണം നിർമ്മിക്കുമ്പോൾ അവിടെയുള്ള സമൂഹത്തിന് ഭീഷണിയാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഫുസ്താത്തൊക്കെ ഉണ്ടായത്. ഈജിപ്തിൽ ഫുസ്താത്ത് ഉണ്ടാകാൻ കാരണം അവിടെയുള്ള ടൗണിൽ സിറ്റിയിൽ താമസിക്കാൻ സൗകര്യമില്ലാഞ്ഞിട്ടല്ല, ഒരു പുറമേ നിന്നുള്ളൊരു പട്ടാളം ക്യാമ്പ് ചെയ്യുമ്പോൾ ആ നാട്ടിൻ്റെ സംസ്കാരത്തിനെ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ സമൂഹം നല്ല നിലക്കല്ല സ്വീകരിക്കുക, മറിച്ച് ഒരു ശത്രുഭാവത്തോടു കൂടിയാണ്. അതുകൊണ്ട് നാട്ടുകാർക്ക് വിഷമമൊന്നും ഉണ്ടാവരുത്. അവരെ സൗകര്യത്തിന് വിട്ടുകൊണ്ട് അവരെ കൂടി നിയന്ത്രിക്കാൻ പറ്റുന്ന സ്വതന്ത്രമായൊരു പട്ടണം നിർമ്മിച്ച് അതിൽ നിന്ന് ഭരണവും നിരീക്ഷണവും നടത്താമെന്നുള്ള നിലക്കാണ് ഫുസ്താദ് ഉണ്ടായത്. ഫുസ്താദ് തമ്പായതുകൊണ്ടാണ് ഫുസ്താദ് എന്നതുപോലെ ഈ ബർബറികളുടെ കേന്ദ്രം തിങ്ങി താമസിക്കുന്ന ജനസമൂഹമാണ്. ലക്ഷക്കണക്കിന് ആളുകളുള്ള വലിയൊരു ഗോത്രമാണ്. എപ്പോഴും ഈ പിടിച്ചുപറി, കൊള്ള, അക്രമം എന്നത് അവരുടെ ഒരു പ്രത്യേക പ്രകൃതിപരമായിട്ട് അവിടുത്തെ ഭൂമിശാസ്ത്രമായിട്ട് അങ്ങനെ എന്തോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയാണ്. ഇവരെ ശല്യം ചെയ്യരുത്, അവരെ കമ്മ്യൂണിറ്റിൻ്റെ ശൈലിയിൽ വിട്ടുകൊടുക്കാം. പക്ഷേ ഈ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഈ അക്രമത്തിന് സഹായം ചെയ്യുന്ന യൂറോപ്പിൻ്റെ കടന്നുകയറ്റം നിരീക്ഷിക്കാനും ഇവരെ നിയന്ത്രിക്കാനും വേണ്ടി ഒരു സിറ്റി, പട്ടാള ക്യാമ്പാണ് ആദ്യം ഉദ്ദേശിച്ചതെങ്കിലും അതൊരു ടൗണാക്കി മാറ്റാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഉഖ്ബത്ത് ബിൻ നാഫി റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടെ പരിസ്ഥിതിയുമായി പഠനം നടത്തി ഒരു നല്ല ആരോഗ്യപരമായ ഒരു കേന്ദ്രം, ഒരു സിറ്റി സ്ഥാപിക്കാൻ പറ്റുന്നത് ഏതാണെന്ന് പട്ടാളത്തിൻ്റെ കൂട്ടത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ, ചിന്തകന്മാർ നിയോഗിച്ച് അതൊരു കാലാവസ്ഥാ നിരീക്ഷണം നടത്തി. അതൊക്കെ ചരിത്രമാണ്, വലിയ ചരിത്രമാണ്. കാലാവസ്ഥാ നിരീക്ഷണം നടത്തിയിട്ട് അവർ ആശുപത്രി സ്ഥാപിച്ചിരുന്നതും സിറ്റി സ്ഥാപിച്ചിരുന്നതും ഒക്കെ, ആശുപത്രിയൊക്കെ സ്ഥാപിക്കുമ്പോൾ നമ്മൾക്ക് ആടിനെ അറുത്ത് വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി കയറിൽ കെട്ടി തൂക്കി വെക്കും. കുറേ സ്ഥലത്ത് അങ്ങനെ കയറിൽ കെട്ടി തൂക്കി വെക്കും. എന്നിട്ട് എവിടുത്തെ മാംസമാണ് വേഗം അളിഞ്ഞു പോകുന്നത്, കേടുവരുന്നത്, ഇവിടെ പ്രകൃതി ജീവിക്കാൻ അനുകൂലമല്ല, ഇവിടെ അനാരോഗ്യപരമായ സാഹചര്യമാണ്, വേറെ ഒരു സ്ഥലത്തുണ്ട് അവിടെ ചെയ്യുന്നില്ല, അവിടെ ഉണങ്ങി ഇങ്ങനെ വരിക, അവിടെ നിന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ നിരീക്ഷണം അന്നത്തെ നിലക്കുള്ള ശാസ്ത്ര നിരീക്ഷണം നടത്തിയിട്ടാണ് ആ എല്ലാ നിലക്കും ഒത്ത സ്ഥലം ആരോഗ്യപരമായിട്ടും കടലിനെയും കരനെയും നിയന്ത്രിക്കാനും അതോടുകൂടി ബർബറികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും പറ്റുന്ന നല്ല ഒത്തൊരു സ്ഥലം. അപ്പോൾ നോക്കുമ്പം വലിയ വന്യജീവി സങ്കേതമായിട്ടുള്ളൊരു കാട് പ്രദേശമാണ് കയറുവാൻ. നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുസ്ലിങ്ങൾ പൊതുവെ കാട് കയറി വെട്ടിത്തെളിയിച്ച് കാട്ടുജീവികളെ ഉപദ്രവിക്കുന്നവരല്ല, സഹാബത്തും താബിയങ്ങളും ഏതായാലും അല്ല. പിന്നെ എന്തേ അവർ ഇവിടെ പോയി? അവിടുത്തെ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ മൂന്നും ഒരുപോലെ നടക്കും. അവിടുത്തെ സമൂഹത്തിന് വിഷമം ഉണ്ടാവില്ല, എന്നാൽ കരമാർഗവും കടൽ മാർഗവും ഉണ്ടാവുന്ന പുറം ശത്രുവിൻ്റെ സഹായം കണ്ടുപിടിക്കാനും അവരെ നിയന്ത്രിക്കാനും കഴിയും. ഇവരെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കണ്ണായ സ്ഥലത്തൊരു സ്ഥാപനം തന്നാൽ ഇവരെ ഭരിക്കാൻ കഴിയും. തന്നെയല്ല, ഇവന്ന് പോകുന്ന അവസ്ഥ ഇനി ഇവിടെ നടക്കില്ല. ഇവിടെ സ്ഥിരമായി ഒരു ഭരണകേന്ദ്രം ഒരു അമീറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയെങ്കിലേ ഈ ബർബറികളെ നിയന്ത്രിച്ച് നിർത്തി യൂറോപ്പിൻ്റെ കടന്നുകയറ്റം നിയന്ത്രിക്കാനാവൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്, മറ്റൊരു നിവൃത്തിയില്ലാത്തപ്പം, അവരൊക്കെ നമ്മളെപ്പോലത്തവരല്ല, പുണ്യാത്മാക്കളായിരുന്നു, അതുകൊണ്ട് അവരെന്തു പറഞ്ഞു, എന്നിട്ടും എന്താക്കിയിട്ടില്ല, ഒരാളെയും ഒരു ജീവിയെയും ഉപദ്രവിച്ചിട്ടില്ല. അവരാത്മീയ ശക്തി ഉള്ളത് കൊണ്ട് അവർ നമ്മൾ മനുഷ്യരോട് പറയുന്നത് പോലെ പറഞ്ഞു, ഞങ്ങളിവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്, ഞങ്ങളിവിടെ ഒരു പട്ടണം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മറ്റ് കാടുകളിലെ ആഫ്രിക്കൻ രാജ്യമല്ലേ, ഇഷ്ടം പോലെ വനങ്ങളുണ്ടല്ലോ, സ്ഥലം മാറി പോവണം, അതിന് 3 ദിവസം നിങ്ങൾക്ക് സമയം തരും, ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാട് വെട്ടിത്തെളിയിക്കും, വേണ്ടി വന്നാൽ ഞങ്ങൾ നിങ്ങളെ ഉന്മൂലനം ചെയ്യേണ്ടി വരും, അതില്ലാതെ നിങ്ങൾ സ്ഥലം വിടണം എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്ന് ആദ്യം വിളംബരം ചെയ്തു. അന്ന് ചരിത്രത്തിൽ സാക്ഷിയായ ധാരാളം ആളുകൾ ദൃക്സാക്ഷി വിവരണത്തിൽ പറയുന്നതാണ്, പ്രസവിച്ച് കിടക്കുന്ന സിംഹങ്ങൾ കുഞ്ഞിനെ പൂച്ച കടിച്ചെടുക്കും പോലെ കടിച്ചെടുത്ത് കൊണ്ടുപോയി, സർപ്പങ്ങൾ ഇഴഞ്ഞുപോയി,
ഈ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ പ്രദേശത്ത് വന്യജീവികളൊന്നും ഇല്ലാതായി. അനന്തരം കാട് വെട്ടിത്തെളിച്ച് അവിടെ കൈറുവാൻ പട്ടണം സ്ഥാപിച്ച് അവിടുത്തെ മുഖ്യ ലക്ഷ്യമായിരുന്ന പട്ടാള ക്യാമ്പ് അവിടെ സ്ഥാപിക്കുകയും കടലും കരയും നിരീക്ഷിക്കാനുള്ള പ്രത്യേക മേഖലകൾ ഒരുക്കുകയും ചെയ്തുകൊണ്ടാണ്. അതോടുകൂടി പിന്നീട് ബർബറികളിൽ നിന്നുള്ള ഉപദ്രവം മുസ്ലിം ഖിലാഫത്തിന് ഏൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പം അതൊരു രാഷ്ട്രീയമായ വലിയൊരു തന്ത്ര സ്ഥലമായതുകൊണ്ട് തിരഞ്ഞെടുത്ത് അതിലൂടെ ആ ഭാഗം തന്നെ മുസ്ലിം ഖിലാഫത്തിന് സുരക്ഷിതമാക്കുകയാണ്. ഇത് മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലത്താണ് നടക്കുന്നത്, ഉമയ്യ ഖിലാഫത്തിൻ്റെ ആദ്യഘട്ടത്തിൽ. പിന്നീട് വൈജ്ഞാനികമായിട്ട് വലിയൊരു വിസ്ഫോടനം ഉണ്ടാക്കിയത് കൈറോയാണ്. കൈറോ പിന്നെ ഹിജറ ഏതാണ്ട് 350 ആ കാലഘട്ടത്തിലാണ് കൈറോ ഉദയം ചെയ്യുന്നത്. അന്ന് കൈറോവാനിലെ ഫാത്തിമികളെ ഭരണമാണ് മൊറോക്കോയിൽ. അവരുടെ സൈനിക മുന്നേറ്റമാണ് ഇങ്ങോട്ട്. കാരണം അബ്ബാസികളെ തുരത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ലിബിയ കീഴടക്കി, ഈജിപ്ത് അലക്സാണ്ട്രിയ കീഴടക്കി, അങ്ങനെ ഈ നൈലിൻ്റെ തീരത്തെത്തി അവർ കീഴടക്കുകയാണ് ആ പ്രദേശങ്ങൾ. അബ്ബാസികളുടെ സാമന്തന്മാരായിട്ടന്ന് 2-3 തൂലൂൻ ഭരണകൂടം ഇവരെല്ലാം കൂടി ഭരിക്കുന്നൊരു കാലഘട്ടമാണ്. അബ്ബാസികൾ ഖലീഫ അബ്ബാസി ആണെങ്കിലും അവിടെ നാട്ട് ഭരണങ്ങളുണ്ടായിരുന്ന സമയത്ത്. ആ സമയത്ത് അവരുടെ സൈനിക മേധാവിയായിരുന്ന ജൗഹർ സുഖലിയാണ് കൈറോ സ്ഥാപിക്കുന്നത്. മൻസൂരിയ എന്നാണ് മൂപ്പര് ശരിക്കും പേരിട്ട് ആദ്യം, മൻസൂരിയ. മൻസൂർ ബില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫാത്തിമി ഭരണാധികാരി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്മരണക്കാണ് മൻസൂരിയ എന്ന് പേരിട്ടത്. പിന്നെ അവരുടെ ഭരണാധികാരി വന്നിട്ടാണ് ഇത് കാഹിറ, അതായത് അബ്ബാസികളെ പ്രതിരോധിക്കാനുള്ള ഒരു അർത്ഥത്തിലാണ് കാഹിറ എന്നുള്ള സർവാധിപത്യത്തിൻ്റെ ഒരു ഇത് വരുന്ന കാഹിറ എന്നുള്ള പേരിടുന്നത്. അപ്പോൾ ആ ജൗഹർ സുഖലിയാണ് ശരിക്കും അതിൻ്റെ സ്ഥാപകൻ. ഹിജറ 350-60 കാലഘട്ടങ്ങളിലാണ് അതിൻ്റെ തുടക്കം. നഗരം നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അനിവാര്യതയാണ് ഒരു പള്ളി ഉണ്ടാകുക എന്നുള്ളത്. അങ്ങനെയാണ് ജാമിഉൽ അസ്ഹർ എന്ന ഇന്നും കാണുന്ന ജാമി അസ്ഹറിൻ്റെ അസലതാണ് ആ പള്ളിയാണ്. ആ പള്ളിയൊന്നും അവിടെ നിൽക്കുന്നുണ്ട്. വികസനം വന്നിട്ടുണ്ടെങ്കിലും അസല് പള്ളി അവിടെ ഉണ്ട്, ജാമിഉൽ അസ്ഹർ. അതിൽ നിന്നാണ് പിന്നെ ഇന്ന് കാണുന്ന കെട്ടിടങ്ങൾ ഒരുപാട് കാലം ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ കൈറോ നഗരം, ആ കൈറോയാണ് പിന്നെ വലിയൊരു വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിട്ട് ഉദിച്ചു വന്ന വളരെ പ്രശസ്തമായ നഗരം. ഇന്നും കൈറോ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാവുന്ന ഒന്നാണ് കൈറോ നഗരം. ബഗ്ദാദ് ശരിക്കും പറഞ്ഞാൽ ദുർബലമായി പോവുകയാണ് ചെയ്തത്. ബഗ്ദാദ് വളരെ പുറകോട്ട് പോയി. നേരെ മറിച്ച് കൈറോക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല, കാര്യമായൊരു ആഘാതം വന്നിട്ടില്ല. കുറച്ചു കാലം 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ശേഷം ബ്രിട്ടൻ്റെ ഒരു അധീനതയിലായി കുറേ കാലം എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ആഘാതങ്ങളൊന്നും കൈറോ നഗരത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് നഗരവും തകർന്നു പോകും, പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ സേഫായിട്ട് നിന്നൊരു നഗരമാണ് കൈറോ നഗരം. അതുകൊണ്ട് തന്നെ ആ വിജ്ഞാനത്തിൻ്റെ തുടർച്ച ജാമിഉൽ അസ്ഹറിൽ തുടങ്ങി. പക്ഷേ രസകരമായ കാര്യം വെച്ചാൽ ഫാത്തിമികൾ ഷിയാക്കളാണ്, പക്ഷെ അവർക്ക് ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള അതിനേക്കാൾ അത്ഭുതകരമായൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അധികാരമുള്ളവർക്ക് ചെലുത്താൻ കഴിയുന്നു, പക്ഷേ ഈജിപ്തിൽ ഷിയയുടെ ഒരു സ്വാധീനം ഒന്നുമില്ല, ഇപ്പോഴും ഇല്ല. പ്രത്യേകിച്ച് കൈറോയിൽ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിൻ്റെ ശേഷമുള്ളൊരു കാലഘട്ടമാണ്. ഇമാം ഷാഫിൻ്റെ കാലഘട്ടത്തിൽ അസ്ഹറും ജാമിയും കൈറോന്നും വന്നിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വർഷങ്ങൾ, അതായത് ഹിജറ 200 മുതൽ 205-45 വരെയുള്ള ആ കാലഘട്ടം കഴിച്ചു കൂട്ടിയത് കൈറോവിലാണ്. കൈറോയിലല്ല, ഈ ഫുസ്താത്തിൽ അന്നത്തെ വലിയ പള്ളി പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ജാമിഅ അംർ ബിൻ അൽ ആസാണ്. അതാണ് ഇമാം ഷാഫി ഉണ്ടായിരുന്ന പള്ളി, ജാമിഅ അംർ ബിൻ അൽ ആസ്. ആ പള്ളി ഇന്നോടുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചിട്ടാണ് അന്നത്തെ വൈജ്ഞാനികമായ മുന്നേറ്റമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ മൂപ്പരുടെ ശിഷ്യന്മാരൊക്കെ കേന്ദ്രീകരിച്ചതെന്നൊക്കെ അവിടെയാണ്. പിന്നീടാണ് കൈറോ നഗരം ഉണ്ടാകുന്നത്. കൈറോ വന്ന് ജാമിഉൽ അസ്ഹർ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് ഇമാമിയങ്ങൾ ജാമിഉൽ അസ്ഹർ കേന്ദ്രമായിട്ട്. ഇപ്പോൾ ഇമാം സുയൂത്തിനെ പോലത്തെ ആളുകളൊക്കെ അസ്ഹറിൽ നിന്ന് വളർന്നു വന്ന ഒരുപാട് പണ്ഡിതൻ. അപ്പോൾ അസ്ഹർ ഈ വലിയൊരു സ്വാധീനം പിൽക്കാലത്ത് ലോകമാസകലം. ഇന്നും അസ്ഹറിന് എന്ത് പറഞ്ഞാലും അസ്ഹറിന് ഒരു സ്വാധീനമുണ്ട്. ജാമിഉൽ അസ്ഹർ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു സ്വാധീനമുണ്ട്. മോഡൽ സ്ഥാനം എന്താ പറയാനുണ്ട്? അല്ല, ഇതിനോട് കൂട്ടിച്ചേർത്ത മറ്റൊരു പുരാതന നഗരമാണ് ഈജിപ്തിൽ തന്നെ അലക്സാണ്ട്രിയ. വൈജ്ഞാനിക പട്ടണമാണ്.
പുരാതനമായ, വളരെ പുരാതനമായ ഖലീഫ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ മുമ്പുള്ള ഒരു ലൈബ്രറി അവിടെയുണ്ട്. ഹാറൂൺ റഷീദ് ചക്രവർത്തി ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം ഈജിപ്തിൽ എത്തിയപ്പോൾ പുരാതനമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഗ്രീക്ക് ഭാഷയിലൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ പ്രത്യേകമായ ഒരു ദേവാലയത്തിൻ്റെ ഇരുട്ടറയിൽ കെട്ടിപ്പൂട്ടിയിട്ട് അവിടെ ഭരിച്ചിരുന്ന ക്രിസ്ത്യാനികളാണ് അവിടെ അലക്സാണ്ട്രിയയിൽ ഉണ്ടായിരുന്നത്. ഹാറൂൺ റഷീദ് നിബന്ധന വെച്ചത് രണ്ടു കൂട്ടരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു മധ്യസ്ഥ ശ്രമമായി സുൽഹിന് വേണ്ടി നിബന്ധന വെച്ചത്, നിങ്ങൾ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്ന ഗ്രന്ഥാലയങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്നതായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഈജിപ്തിൽ ഈ അടുത്തയിടെയൊക്കെ ഷിയ മുന്നേറ്റത്തിന് ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും അവിടുത്തെ പത്രപ്രവർത്തകരടക്കം സർക്കാർ തലത്തിലല്ലാതെ മീഡിയകളടക്കം ആ ശ്രമത്തെ വളരെ ദയനീയമായി പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഷാഫി ഇമാം കിടക്കുന്ന ആ പ്രദേശത്തിന്, അതുപോലെ ഷാഫി ഇമാമിൻ്റെ കീഴിലായി ആ ഫിഖ്ഹിലായി വളർന്നു വന്ന ഒട്ടനവധി ഇമാമിങ്ങൾ കിടക്കുന്ന ആ പ്രദേശത്തിന് ഇന്നും എത്രമാത്രം രാജ്യം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ആ പഴമത്വം ഇപ്പോഴും അവിടെ കാണാൻ കഴിയുന്ന ഒരു വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നൊരു പ്രദേശമാണ്. പണ്ഡിതന്മാർ സാധിക്കുമെങ്കിൽ ഈജിപ്തിലൊന്ന് സന്ദർശിക്കേണ്ടത് ആവശ്യമാണ്. പണ്ഡിതന്മാർ ഈജിപ്ത് നല്ല ലോകം മുഴുവൻ സഞ്ചരിക്കണം എങ്കിൽ തന്നെ വല്ലതും നമുക്ക് മനസ്സിലാവുള്ളൂ. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തുരുക്കി പോയപ്പോഴേ അങ്ങനെ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പണ്ഡിതനാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കിതാബോധം പോക്ക് നിർത്തിയിട്ട് കോയമ്പത്തൂർക്ക് വണ്ടി തരാമാണ്, എന്നിട്ട് പോവുക. ഇന്ത്യ മുഴുവൻ, അന്ന് മൂപ്പർക്ക് പിന്നെ അത്രേ അറിയുള്ളൂ, പുറം ലോകത്തെ പറ്റിയൊന്നും നമുക്ക് വലിയ ധാരണയില്ല, ആർക്കുമില്ല. കംപ്ലീറ്റ് കറങ്ങിയിട്ട് ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ നല്ലൊരു പണ്ഡിതനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്തെവിടെയും നമ്മൾ സഞ്ചരിക്കണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം സിവല്ലയിൽ, സ്പെയിനിലെ സിവല്ലയിൽ പോയിരുന്നു. ആ സിവല്ല നമുക്ക് ഒരു ഭയങ്കര വിഷമം തോന്നും. കാരണം സിവല്ലയിലെ ഏറ്റവും പ്രധാനമായി ജെറാൾഡ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പള്ളി മിനാരാണ്, ഒരു പള്ളിയാണ്. അവിടെ നിർമ്മിച്ച വലിയൊരു പള്ളിയാണ്, ജാമ്യയാണ്. ആ ജാമ്യ പിന്നെ ക്രിസ്ത്യാനികളുടെ കയ്യിൽ വന്നു. മുസ്ലിങ്ങൾ തകർന്നപ്പോൾ ക്രിസ്ത്യാനികളുടെ കയ്യിൽ വന്നു. അതായത് തുർക്കി, ഇസ്തംബൂൾ മുസ്ലിങ്ങൾ കീഴടക്കുന്ന അതേ കാലഘട്ടമാണ് സ്പെയിന് പോകുന്നത്. ഒറ്റ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അന്ന് ക്രിസ്ത്യാനികൾ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, പിന്നെ അവർ ആധിപത്യത്തിലായപ്പോൾ ഈ കംപ്ലീറ്റ് പള്ളികൾ, കോർഡോവ പള്ളി ഉൾപ്പെടെ, അതിൻ്റെ മിനാരൊക്കെ അങ്ങനെ തന്നെ എല്ലാം കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ മണി തൂക്കിയിട്ട് അവർ ബെൽ ടവറാക്കി കാണും മാറ്റുകയാണ് ചെയ്തത്. ജെറാൾഡ ടവറൊക്കെ അതാണ് അത്. അപ്പോൾ അതിൻ്റെ നമ്മളവിടെ പോയിട്ട് പഠിക്കുമ്പോഴാണ് മുസ്ലിം സമൂഹം എങ്ങനെയാണ് ഒരു നഗരത്തെ നിർമ്മിച്ചെടുത്തത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്നത്. അതിൻ്റെ ആ വൃത്തി, അതിൻ്റെ പ്ലാനിങ്, എത്ര 1000 കൊല്ലമൊക്കെ പഴക്കമുള്ള നഗരങ്ങളാണിത്, മുസ്ലിങ്ങൾ നിർമ്മിച്ച നഗരങ്ങളുടെ സൗന്ദര്യം. അതിന് ഇപ്പം ഞാൻ ഫാസിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പോഴും ഒരു തുള്ളി വെള്ളം അതിൻ്റെ വഴിയിലോ റോട്ടിലോ തെരുവുകളിലോ പിന്നെ സുഖാക്ക് എന്ന് പറയും നമ്മൾ ഈ കവലകൾക്ക്, ഒരു തുള്ളി വെള്ളം കാണാൻ പറ്റില്ല. ഇത്രയും ലക്ഷങ്ങൾ താമസിക്കുന്ന നഗരത്തിൽ അവരുടെ ഈ വേസ്റ്റൊക്കെ എവിടെയാണ് പോണത്? നിങ്ങൾക്ക് നല്ല മഴ കോഴിക്കോട്ടങ്ങാടി കൂടെ നടക്കാൻ പറ്റില്ല. ഇത് ഭയങ്കര 21-ാം നൂറ്റാണ്ടിൽ, പക്ഷേ അന്ന് 1200 കൊല്ലം പഴക്കമുള്ള നഗരത്തിൽ ഒരു തുള്ളി വെള്ളം എന്ത് മഴ ചെയ്താലും കാണൂല റോട്ടിൽ. അവരാ ഡ്രൈനേജ് സിസ്റ്റം, പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് അവരിതൊക്കെ ചിന്തിക്കുന്നത്? അവരതൊക്കെ അവർക്ക് വെറുതെ ചെയ്യുന്നതല്ലല്ലോ, അവർക്ക് ഇതിനൊക്കെ മതപരമായൊരു കാഴ്ചപ്പാടുണ്ടാവും, ഇസ്ലാമികമായൊരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുക. പള്ളി ഉണ്ടാക്കുന്നു, മദ്രസ ഉണ്ടാക്കുന്നു, വീടുകൾ ഉണ്ടാക്കുന്നു, ഒക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവരങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്യുക. എത്രമാത്രം പ്ലാൻഡാണ് നമുക്ക് അപ്പോൾ മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഈ ആളുകൾ ഒന്നിച്ച് ഇത്രയും വലിയൊരു ജനസഞ്ചയം ഇത്രയും കുറഞ്ഞൊരു ഏരിയയിൽ ഇത്ര മനോഹരമായ നഗരം ഉണ്ടാക്കിയിട്ട് താമസിച്ച് ജീവിച്ച് പോയത് നമ്മൾ അത്ഭുതപ്പെടുത്തും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ വൈജ്ഞാനിക കാര്യങ്ങളും. ഇപ്പോൾ ആ ഒരു നല്ല പുഷ്കലമായൊരു കാലഘട്ടം എന്ന് പറഞ്ഞല്ലോ, ഗോൾഡൻ ഏജ്, ഒരു ഹിജറ 100 മുതൽ ഒരു 500 വരെയുള്ള ആ ഒരു കാലഘട്ടം, അതാണ് പുരോഗതിയുടെ എല്ലാ മേഖലയിലുള്ള പുരോഗതി, ശാസ്ത്ര മേഖലയിലും എല്ലാ മേഖലയിലുള്ള പുരോഗതിയുടെ കാലഘട്ടം. എന്തുകൊണ്ട് പിന്നെ പോയി എന്ന് വെച്ചാൽ, ബഗ്ദാദ് ഈ ഹുലാഖ് ഖാൻ താർത്താരികൾ വന്നിട്ട് ഹിജറ 656 ബഗ്ദാദ് തകർക്കുന്നത്.
ബഗ്ദാദ് തകർന്നതോടുകൂടി ടോട്ടലി അത് ഒരു വല്ലാത്തൊരു ചലന ലോകത്ത് സൃഷ്ടിച്ചു. കാരണം ഇനി രക്ഷപ്പെടണം. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഈജിപ്തൊക്കെ പ്രതിരോധത്തിലേക്ക് നീങ്ങി. ഈജിപ്ത്, അനത്തോളിയ, പിന്നെ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും, മൊറോക്കോ ഒക്കെ പിന്നെ പ്രതിരോധത്തിലേക്ക് നീങ്ങാണ്. ഈ വേറൊന്നും ചിന്തിക്കാൻ സമയമല്ല, ഭരണകൂടങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കാൻ സമയമല്ല. കാരണം അതൊരുണ്ടാക്കിയ ചെറിയ സംഭവമല്ലല്ലോ. ഇപ്പം ഇപ്പോൾ ഗസയിലെ സംഭവം ഇപ്പോൾ നമ്മൾ ശരിക്കും ആലോചിച്ചാൽ നമ്മൾ അവനവനെക്കുറിച്ച് ആലോചിക്കും. പക്ഷെ നമ്മളെ തലയിൽ എന്തോ വരാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഭാവി വരാനുണ്ട്. എവിടേക്കാണ് ഈ ലോകം പോകുന്നത്, എവിടേക്കാണ് ആളുകൾ പോകുന്നത്, ഭരണകൂടങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, അവരുടെ മൈൻഡ് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ഈ ഒറ്റ സംഭവത്തിൽ നിന്ന് മനസ്സിലാവും. ലോകത്തെ എല്ലാ ഭരണാധികാരികളുടെയും തല എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനവൻ്റെ സേഫ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമല്ലോ. അന്ന് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് വന്ന ഭരണകൂടങ്ങൾക്ക് പിന്നെ അതൊക്കെ റിക്കവറായി വന്നെങ്കിൽ പോലും അവർക്ക് ഇത്തരമൊരു മേഖലയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. ഈവൻ ഇസ്തംബൂൾ പോലും ഉസ്മാനി ഖിലാഫത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നെങ്കിൽ പോലും അവർക്കൊരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവരുടെ ചിന്തയിൽ അതല്ല ഉണ്ടായിരുന്നത്. കാരണം യൂറോപ്പ് മറുവശത്തുണ്ട്, അവരെ പ്രതിരോധിച്ച് നിർത്താനുള്ള വലിയൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഇസ്തംബൂളിലെ മ്യൂസിയത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇസ്തംബൂളിലെ തൊപ്കാപ്പി മ്യൂസിയത്തിൽ ചെന്നാൽ അവിടെ ഗിഫ്റ്റുകളുടെ ഒരു റൂമുണ്ട്. ഗിഫ്റ്റ് രാജാക്കന്മാർക്ക്. അതിൽ ആദ്യത്തെ സുൽത്താൻ മുറാദ് മുതൽ അവസാനം സുൽത്താൻ അബ്ദുൽ ഹമീദ് വരെയുള്ള എല്ലാ ആളുകൾക്കും കിട്ടിയ ഗിഫ്റ്റുകളുണ്ട്. ആ ഗിഫ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വാച്ചുകൾ, ഓരോ ഘടികാരങ്ങൾ, ഓരോ വാളുകൾ, ഓരോരോ സാധനങ്ങൾ പറഞ്ഞാൽ രത്നങ്ങളാണ്. അത് ഓരോന്ന് വിറ്റാൽ തന്നെ വിലമതിക്കാൻ കഴിയാത്ത, ഇത് കംപ്ലീറ്റ് അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ടാവും. ഫ്രഞ്ച് ചക്രവർത്തി, പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്ഞി, ജർമ്മൻ ചക്രവർത്തി, പിന്നെ ഓസ്ട്രിയൻ ചക്രവർത്തി. അന്ന് യൂറോപ്പിലൊക്കെ ചെറിയ ചെറിയ രാജകുടുംബങ്ങളാണ്. യൂറോപ്പ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ബ്രിട്ടൻ്റെ പരമാധികാരി രാജ്ഞിയാണല്ലോ. എന്ത് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ളത്. അപ്പോൾ അവരുടെ ഒരു പാരമ്പര്യമാണത്, അവരുടെ ട്രഡീഷനാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് ഇവർ ഭയങ്കര പവറാണ് ഈ ചക്രവർത്തിമാർ. അപ്പോൾ ഈ ചക്രവർത്തിമാർ സുൽത്താനിന് കൊടുത്തയക്കുന്ന ഗിഫ്റ്റുകളാണ്. കാരണം സുൽത്താൻ്റെ ഒരു നീക്കല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഈ നയതന്ത്ര പ്രതിനിധികളുണ്ടാവില്ല, അംബാസഡർമാർ മുഖേന കൊടുക്കുന്ന സമ്മാനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവും. പിന്നെ ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ലോകത്തിന് എന്തെങ്കിലും സംഭാവന ഒരാൾക്ക് കഴിയണമെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. മുസ്ലിം ഖിലാഫത്തുള്ളോട്ട് അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ആളുകൾക്കൊക്കെ ഗവേഷണം ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇബിൻ ഹുസൈനക്കോ അല്ലെങ്കിൽ ഇബിൻ റുസ്തുനോ അങ്ങനത്തെ ഏത് ഗവേഷണം, ഇബിൻ നഫീസിനോ പിന്നെ അബൂ സുഹറക്കോ, ഇവർക്കൊക്കെ വലിയ ഗവേഷണം നടത്തിയിട്ട്, കാരണം അവർക്ക് വേറൊന്നും ചിന്തിക്കണ്ട, അവർക്കുള്ള എല്ലാ സജ്ജീകരണവും ഭരണകൂടങ്ങളിപ്പോൾ കോർഡോവയിലൊക്കെ അങ്ങനെയായിരുന്നു. ഗവൺമെൻറ് ആണ് അവർക്കുള്ള എല്ലാ സംവിധാനവും കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇരുന്നിട്ട് ശാന്തമായി, പിന്നെ അവിടുത്തെ ഭൂപ്രകൃതി കാലാവസ്ഥയ്ക്ക് അതിന് പറ്റിയതുമാണ്, ശാന്തമായിരുന്ന് ഗവേഷണം ചെയ്ത് ലോകത്തിന് വേണ്ടി എന്തു സമർപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ഗവേഷണങ്ങൾ പുരോഗമിക്കണമെങ്കിൽ, വിജ്ഞാനം പുരോഗമിക്കണമെങ്കിൽ സാമ്പത്തിക സപ്പോർട്ട് വേണം, വലിയ സാമ്പത്തിക സപ്പോർട്ട് വേണം. അതുണ്ടാകാൻ ഭരണകൂടം ഉണ്ടാകുമ്പോൾ വളരെ എളുപ്പമാണ്. പിന്നീട് അങ്ങനത്തെ ഒരു സംവിധാനം ഇസ്ലാമിക ലോകത്ത് ഉണ്ടാകാത്തത് കൊണ്ടാണ് പിന്നീട് നമുക്ക് അങ്ങനത്തെ ഒരു മുന്നേറ്റം കഴിയാതെ പോയത്. ഇപ്പോൾ സാധിക്കും, പക്ഷേ അറബ് ലോകത്തിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലല്ലാത്തതുകൊണ്ട് അവർക്ക് ആ ഫണ്ട് വിജ്ഞാനത്തിലേക്ക് നീക്കാൻ ഇപ്പോൾ തൽക്കാലം കഴിയുമെന്ന് തോന്നുന്നില്ല. ചുരുക്കത്തിൽ നമ്മൾ പണ്ഡിത ലോകവും പഠിച്ച് വളരുന്ന വിദ്യാർത്ഥികളും നമ്മുടെ പൗരാണിക ചരിത്രത്തെക്കുറിച്ചും നമ്മുടെ ഗതകാല മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭരണാധികാരികളെക്കുറിച്ചും ഭരണക്രമങ്ങളെക്കുറിച്ചും അവർ അന്ന് ഉണ്ടാക്കി വെച്ച വലിയ വലിയ വിപ്ലവങ്ങളെക്കുറിച്ചും എല്ലാം നന്നായി പഠിക്കണം. പഠിക്കണമെങ്കിൽ താരീഖ്, ചരിത്രത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ദർസുകളിലും കോളേജുകളിലും ദഅവാ കോളേജുകളിലും ശരീഅത്ത് കോളേജുകളിലുമൊക്കെ താരീഖിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ആ പ്രാധാന്യം നഷ്ടപ്പെടുന്നിടത്ത് നാം ഇതൊക്കെ ആദ്യം കേൾക്കുന്നത് പോലെ തോന്നും. സത്യത്തിൽ ഏതെങ്കിലും മലയാള പുസ്തകങ്ങളോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റഡ് ഏതെങ്കിലും ഗ്രന്ഥങ്ങളോ വായിച്ചുകൊണ്ടല്ല നാം താരീഖ്, ചരിത്രം പഠിക്കേണ്ടത്. ചരിത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ പലരും പല മുഖങ്ങളിലൂടെ പല കാഴ്ചപ്പാടുകളിലൂടെ പേനകൾ ജ്വലിപ്പിച്ചിട്ടുണ്ടാകും. ആ സ്കലിതങ്ങൾ നമ്മൾ വായിച്ചിട്ട് ചരിത്രം വികലമാക്കി വെച്ചിട്ട് കാര്യമില്ല. അതിലേക്കൊന്നും ചിന്തിക്കാതെ ഉള്ളതുപോലെ രേഖപ്പെടുത്തപ്പെട്ട താരീഖിൻ്റെ കിതാബുകൾ ഉള്ളത് മുഴുവനും മുത്തവ്വലാത്താണ്, വലിയ വലിയ ബൃഹഗ്രന്ഥങ്ങളാണ്. അതിൽ നിന്ന് കടഞ്ഞെടുത്ത് ശേഖരിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ബാബ മുസ്ലിയാർ ചെയ്ത വലിയ സേവനം. ആ സേവനത്തിൻ്റെ വില അത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് നാല് പാർട്ടുകളായി റസൂലുള്ളാഹിൻ്റെ താരീഖ്,
അത് സയ്യിദുൽ ബഷർ, പിന്നെ ഖുലഫാ ഉർ റാഷിദുകളുടേത് ഖിലാഫത്തുർ റാഷിദ, ഉമവിയാക്കളുടേതൊരു സെപ്പറേറ്റ് ഗ്രന്ഥം ഉമവിയ, പിന്നെ താരീഖുൽ ആലമുൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്തെ ഉണ്ടായ എല്ലാ ഗതിവിഗതികളും അതിൽ സവിസ്തരം ചുരുക്കി ആധികാരികമായത് മാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നാം പ്രാമുഖ്യം കൊടുക്കണം എന്നാണ് ഈ പ്രോഗ്രാമിൽ എനിക്ക് അവസാനമായി പറയാനുള്ളത്. അൽഹംദുലില്ലാ, വളരെ മനോഹരമായ ഒരു യാത്ര തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. സദസ്സിലെ എല്ലാവരുടെയും മുഖങ്ങളിൽ നിന്ന് യാത്ര മതിയായിട്ടില്ല എന്നത് വ്യക്തമാണെങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദുമാർ സൂചിപ്പിച്ചതുപോലെ സ്വന്തമായി നമുക്കൊക്കെ ഇനിയും യാത്ര പോകാനുള്ള വാതിലുകളാണ് ഇവിടെ തുറക്കപ്പെട്ടത്. നമ്മുടെ ചരിത്രം നമ്മളെ ഭ്രമിപ്പിക്കുന്നതും വിസ്മയിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ നിരാശപ്പെടുത്തുന്നതും എന്നാൽ പ്രചോദിപ്പിക്കുന്നതുമാണ്. ആ ഒരു പ്രചോദനത്തിൻ്റെ അംശം ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ ഒരുപാട് യാത്രകളുടെ തുടക്കമാവട്ടെ എന്ന് ആശംസിച്ച് നമ്മുടെ സെഷൻ നയിച്ച ഉസ്താദുമാർക്ക് ഒക്കെ വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.